السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة الأنعام 93. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആന്റെ ഈ പുണ്യ മജ്ലിസിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റും അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നമുക്കും അല്ലാഹു സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ അൻആം സൂറത്തിൽ നിന്ന് 2 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. അത്യാവശ്യം വലിയ ആയത്തുമാണ്. മാത്രമല്ല ഒരുപാട് തഫ്സീറുകളുള്ള വളരെ പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن افترى على الله كذبا. ومن أظلم ഏറ്റവും വലിയ അക്രമി ആരാണ്? അതായത് ഇനി കുറച്ച് ആളുകളെ പറ്റി പറയാണ്. അവരെക്കാളും വലിയൊരു അക്രമി വേറെ ആരുണ്ട്? ആരാണത്? മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അല്ലാഹുവിന്റെ മേലിൽ വ്യാജം നിർമ്മിച്ചുണ്ടാക്കുന്നവൻ, അവനേക്കാൾ വലിയൊരു അക്രമി വേറെ ആരുണ്ട്? ഔ ഖാല ഊഹിയ ഇലയ്യ, അല്ലെങ്കിൽ എന്റെ മേലിൽ ദിവ്യബോധനം നൽകപ്പെടുന്നുണ്ട് എന്ന് പറയുന്നവനേക്കാളും വലിയ അക്രമി വേറെ ആരുണ്ട്? പക്ഷേ വലം യൂഹ ഇലൈഹി ശൈ,
അവനിലേക്ക് ഒരു ദിവ്യ സന്ദേശവും ലഭിക്കുന്നില്ല. എന്നിട്ട് അവൻ പറയാണ് എനിക്ക് വഹി വരുന്നുണ്ട്. അവനേക്കാൾ വലിയൊരു അക്രമി വേറെ ആരുണ്ട്? വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ്, അല്ലാഹു തആല അവതരിപ്പിച്ചതുപോലെ ഞാനും ആയത്തുകൾ അവതരിപ്പിക്കും എന്ന് പറയുന്നവരെക്കാളും വലിയ അക്രമി വേറെ ആരുണ്ട്? 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ മേലിൽ വ്യാജം കെട്ടിച്ചമച്ച് പറയാം. 2, എനിക്ക് വഹി വരുന്നുണ്ടെന്ന് അവകാശപ്പെടുക. 3, അല്ലാഹു തആല ഇറക്കിയതുപോലെ വചനങ്ങളെ ഞാനും ഇറക്കും എന്ന് പറയാം. ഇവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമകാരികളായ ആളുകളെ കാണുകയാണെങ്കിൽ ഏതൊരവസരത്തിൽ? ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ അവർ കാണുകയാണെങ്കിൽ അവരവസ്ഥ എന്താ അറിയോ? വൽ മലായികതു ബാസിതൂ ഐദീഹിം, മലക്കുകൾ അവർക്ക് നേരെ അവരുടെ കൈകളെ നീട്ടും. എന്നിട്ട് മലക്കുകൾ അവരോട് പറയും അഖ്രിജൂ അൻഫുസകും, ആത്മാവിനങ്ങട്ട് പുറന്തള്ളൂ എന്ന് മലക്കുകൾ പറയും. ആ ഒരു ഘട്ടം എത്ര വേദനാജനകമായിരിക്കും. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. മാത്രമല്ല ഒരു ദിനം വരാണ്ട് അന്ന് നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷ ഉണ്ടാകും. അള്ളാഹുവിന്റെ മേലിൽ അസത്യം നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിന്റെ ആയത്തുകളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾ അഹങ്കാരം കാണിച്ചതിനും നിങ്ങൾ അതിനുള്ള ശിക്ഷ, നിന്ദ്യമായ ശിക്ഷ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇതാണിപ്പോ 93-ാമത്തെ ആയത്തിന്റെ നേരർത്ഥം. ഇനി എന്തൊക്കെയാണ് അതിൽ അടങ്ങിയത് നമുക്ക് നോക്കാം. ആദ്യം അല്ലാഹു പറയുന്നത് വമൻ അള്ളമു, അങ്ങനെ ഒരു പ്രയോഗങ്ങൾ ഖുർആനിൽ വേറെ ഉണ്ട് കേട്ടോ. വമൻ അള്ളമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, വേറെ ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളെ പ്രതിരോധിക്കുന്നവരെക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? അള്ളാഹിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരെ ബ്ലോക്കാക്കുക, തടയാ, അതിനെന്തേലും തടസ്സം സൃഷ്ടിക്കുക. അവനേക്കാൾ വലിയൊരു അക്രമി വേറെ ആരുണ്ട്? ഉദാഹരണം പറയാം, നമ്മളിപ്പോ ഒരു പള്ളി കുത്തിത്തിരിപ്പിനൊന്നുമല്ല, ആത്മാർത്ഥമായിട്ടൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുകയാണ്. അപ്പോ പിന്നെ അവിടെ അങ്ങനെ ഒരു പള്ളി വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. പുറത്തുള്ളവർ പോട്ടെ, നമ്മളതാറുണ്ട്. പുറത്തുള്ളവർ പിന്നെ ഏതായാലും ഇപ്പോ അങ്ങനെ തന്നെയുള്ളോ, ഇതിപ്പോ ഞാൻ നന്മ ചെയ്തിട്ടും കാര്യമില്ല. അകത്തുള്ള ഒരാൾക്ക് തോന്നണം എങ്ങനെയും മുടക്കണം, അപ്പൊ അതിനൊരു സ്റ്റേ വാങ്ങുകയാണ്, അവിടെ പള്ളി വാങ്ങില്ല. കാരണം അതിനൊക്കെ വേഗം സ്വീകരിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒഴിവാകലേക്കാരും പലരുടെയും ആവശ്യം. ഇതുണ്ടായ ആ പ്രദേശം അത് അത്രയും അലമ്പോ ഒഴിവാകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരാതിയോ മറ്റോ കൊടുക്കുക. അത് ആരാധനയായി വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പ്രശ്നം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നൊരു സംവിധാനത്തെ നമ്മൾ കാരണത്താൽ ഒരിക്കലും മുടങ്ങരുത്. അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ തക്കതായ കാരണം വേണം. പള്ളി എടുക്കാൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു പെണ്ണിന്റെ സ്ഥലം അവിടെ ഉണ്ടായിരുന്ന പള്ളിയുടെ വിപുലീകരണത്തിന് ഉമർ റളിയല്ലാഹു നിയോഗിച്ച ആൾക്കാർ ചോദിച്ചു. അവിടുത്തെ ഗവർണറും അമീർ എന്ന് പറയും ഗവർണർക്ക്. ആരാ ചോദിച്ചത്? അപ്പൊ ഈ സ്ത്രീ സമ്മതിച്ചില്ല, വിപുലീകരിക്കാൻ സമ്മതിച്ചില്ല. കാരണം പള്ളിന്റെ തൊട്ടടുത്ത സ്ഥലം ഇവരുതാണ്. അപ്പോ നമ്മളെ മുസ്ലിം സേനയിലെ ചിലര് ഈ സ്ത്രീയോട് പറഞ്ഞത്ര നിങ്ങൾക്ക് സ്ഥലം തരും, അപ്പുറത്ത് സ്ഥലം തരും, പള്ളി സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ആ സ്ത്രീ സമ്മതിച്ചില്ല. അതിന് ഇവരെന്ത് ചെയ്തു? അവൾ വരണല്ലേ എന്ന് കരുതിയിട്ട് ആ പെണ്ണിന്റെ സ്ഥലം പരമായി എടുത്തു. എന്താ പള്ളി ഉണ്ടാക്കിയ? പള്ളിയാണ് വിപുലീകരിച്ചു. ഈ പെണ്ണ് നേരെ ഉമർ റളിയല്ലാഹുവിനോട് പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു വിളിപ്പിച്ചോ സത്യാന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പൊളിപ്പിച്ചു. അത് പൊളിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ആ പെണ്ണിന് നഷ്ടപരിഹാരം കൊടുത്തു. മാത്രമല്ല ഇയാൾക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം ഫൈൻ അടക്കേണ്ടി വന്നു ഉദ്യോഗസ്ഥന്മാർക്ക്. സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ അല്ല ഉദ്ദേശം, വേറെ ആരും ബുദ്ധിമുട്ടാക്കിയിട്ടല്ല. അതല്ലാത്ത രൂപത്തില് വലിയ പ്രശ്നമാണ്. പണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാന്തി കണ്ട് അത് കണ്ടു ഇത് കണ്ടു പറയലുണ്ട്.
അതിന് വല്ലാതെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ സ്ഥലം മാന്തിയപ്പോൾ ഇപ്പോൾ ചിലതൊക്കെ കണ്ടപ്പോലും തന്നെ ഇപ്പോൾ കുടുങ്ങിയിരിക്കണം. പൂളക്ക് മാന്തിയപ്പോഴാണ് അത്രേ കണ്ടത്. പൂളക്ക് എന്തിനാ ചാരി കുടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തെങ്ങിനൊക്കെയാണ് ഈ കുഴി മനസ്സിലാക്കാം. JCB കൊണ്ടൊക്കെ വന്നല്ലോ കാലം എത്ര ശിവലിംഗം കണ്ടു എന്നാ പറഞ്ഞത്. അപ്പൊ അതിലും പാലക്കാർക്കും ഇപ്പോൾ സംഗതി മനസ്സിലായിക്കണം. ബിഷപ്പുമാർക്കും മറ്റേത് ഓരിങ്ങനെ മുസ്ലിം പള്ളീന്റെ അടിയിൽ മാത്രം കിട്ടട്ടെ എന്ന് നേർച്ചാക്കി ഉത്തരക്കായിരുന്നു. എല്ലാവർക്കും തർത്തീബ് അനുസരിച്ച് കിട്ടിക്കൊണ്ടൊക്കെയുണ്ട്. അതുകൊട്ടെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ അക്രമത്തെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വരുന്നവരെ തടയാം. ഇനി വേറെ ആയതിന് പറഞ്ഞ പള്ളി പൊളിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ മേലിൽ കളവ് കെട്ടി പറയുന്നവനേക്കാൾ വലിയ ഒരക്രമി വേറെ ആരുണ്ട്? കുറെ ആൾക്കാർ അള്ളാഹിന്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾ, അവർ അള്ളാഹുവിന്റെ മേലിൽ കളവ് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം പറയണം. അള്ളാഹു ഇടക്കിടക്ക് ഇപ്പൊ കുൽഹുവല്ല സൂറത്തിൽ അള്ളാഹു താര പറയുന്നുണ്ട്, എന്ത് കുൽഹുവല്ലാഹു അഹദ്, അള്ളാഹ് ഏകനാണെന്ന് പറഞ്ഞാൽ തന്നെ ദാത്ത് സിഫാത്ത് അഫ്ആലിലെ ഏകനാണെന്നാണ്. അള്ളാഹിന്റെ തടി പോലെ വേറെ ഒരു തടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നാല് അള്ളാഹ്ക്ക് തടി അള്ളാഹിനെ പോലെ വേറെയും ദാത്ത് ഉണ്ട് എന്ന് വരൂലേ? ഈസാ നബി ദൈവമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ, പശുക്കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായ പശുവും പശുക്കുട്ടി ഒരു വർഗത്തിലാണല്ലോ, കാക്കന്റെ കുഞ്ഞും കാക്കയും ഒരു വർഗത്തിലാണ്, മനുഷ്യക്കുഞ്ഞും മനുഷ്യനും വാപ്പിയും മമ്മിയൊക്കെ ഒരു വർഗത്തിലാണ്. എന്നതുപോലെ അള്ളാഹ്ക്കൊരു കുട്ടിയാണ് രണ്ടൊരു വർഗത്തിലാവും. വെറുതെ അല്ല. ഇഖ്ലാസ് സൂറത്തിന് എന്ത് പേരുണ്ട്? സൂറത്തുൽ ഈമാൻ. ആ സൂറത്തിന് വളരെ പ്രധാനപ്പെട്ട പേരുകളിൽ ഒരു പേരാണിത്, സൂറത്തുൽ ഈമാൻ. സൂറത്തിൽ ഈമാൻ ഏതാന്ന് വലിയ കിസ് മത്സരത്തിന് ചോദിച്ചാല് നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സൂറത്ത്. നമ്മൾ മുസാഹിബിൽ എടുത്ത് നോക്കിയാൽ കാണൂല. വിശ്വാസം എന്നുള്ള അതിന്റെ അർത്ഥം. കുൽഹുവ സൂറത്തിന്റെ ഒരു മഹത്വമാണത്. അപ്പോ അതിനെതിരാണ് അള്ളാഹ്ക്ക് എതിര് പറയണത് ദൈവപുത്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാന്റെ മേലിൽ കളവ് കെട്ടി പറയുന്നതാണ്. ഇനി പിന്നെ അതിന്റെ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് പലരും. അതേപോലെ പിന്നെ പറയുന്ന എന്താ, ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈഅ, ഒരു വഹിയും വരുന്നില്ല ഒരാൾക്ക്, എന്നിട്ട് അവൻ പറയാണ്, അത് പറയാൻ ഞാൻ തരങ്ങള് ഔ ഖാല ഊഹിയ ഇലയ്യ എന്ന പ്രവാചകന്മാരൊക്കെ വഹി വരുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. വഹി കിട്ടുമ്പോ എനിക്ക് വഹി വന്നു എന്ന് തന്നെ പറയണം. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ, നമ്മുടെ നബി തന്നെ അങ്ങനെ പറഞ്ഞത്. വഹി വരുന്നുണ്ട് കേട്ടോ. വഹി വരാതെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അവിടെയാണ് പ്രശ്നം. അതാരെ പറ്റിയാ പറയേണ്ട കാര്യങ്ങൾ? ഇത് ഓരോന്നും ഓരോരുത്തരെ പറ്റിയാണ്. ആ പറയുന്നത് മുസൈലിമത്തുൽ കദ്ദാബ് കാരണമാണ് ആ പറയുന്നത്. യമാമയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, ഞാന് പ്രവാചകനാണ്, എനിക്ക് വഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് പറഞ്ഞത് എനിക്ക് വഹി വരുന്നുണ്ട് എന്നുള്ളതാണ്. വഹി വരുന്നുണ്ടെന്ന് മാത്രമല്ല, മൂപ്പര് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ കൗസറിന് ബദലായിട്ട് ഒരു സൂറത്തൊക്കെ ഇറക്കി വയ്ക്കുകയാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുസൈലിമാറിന് എനിക്കും പിന്നെ വഹി വരുന്നുണ്ട്, ഒരു സൂറത്തൊക്കെ ഇറക്കി. എന്നിട്ട് ഇന്നാലത്തേനാക്ക മോഡല് പാളീസായി പോയി. അങ്ങനെ കുറെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറയും എനിക്ക് വഹി വരുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇയാൾ പിടുത്തം കിട്ടാൻ വേണ്ടി ഇയാളൊരു പണിയൊപ്പിച്ച എന്താ വെച്ചാല്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ യമാമയിലേക്കുള്ള പ്രവാചകനാണ്. ഉണ്ടല്ലോ ആദ്യകാലത്തൊക്കെ പിന്നെ ജോർദാന്റെ ഒരു ഭാഗത്തേക്ക് ഒരു പ്രവാചകൻ, ഇപ്പുറത്ത് വേറൊരു പ്രവാചകൻ, അങ്ങനെ തന്നെ അല്ലേനോ? ലൂത്ത് നബി വേറെടുത്ത് പ്രവർത്തിക്കുക, ഇബ്രാഹിം നബി വേറൊരിടത്ത്, ഇങ്ങനെ ഒപ്പം ഈ രണ്ടാൾക്കാര് മൂന്നാൾക്കാരൊക്കെ പോയിനു. അപ്പൊ ഇയാള് പറയാണ് മക്ക മദീന അതൊക്കെ മൂപ്പർക്ക് തന്നെയാണ്, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല, പക്ഷെ ഞാൻ ഏതാണ് യമാമയുടെ പ്രവാചകൻ ഞാനാണ്. അപ്പൊ മൂപ്പര് അങ്ങനെ പറയുമ്പോ എന്താ വെച്ചാല് ആൾക്കാരുടെ ഇടയിൽ പിടുത്തം കിട്ടും. ആളുകൾക്കിടയിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത്. അപ്പൊ കുറെ ആൾക്കാർ അയാളപ്പം കൂടി ഇവന് പറഞ്ഞു എനിക്കെല്ലുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഈ മുസൈലിമർക്ക് എന്ത് ചെയ്തറിയാം, 2 ദൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അയച്ചു. ഈ ആയത്തിൽ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ ഇയാള് നബിയിലേക്ക് അയച്ചെന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാനാണ്. അയാൾക്ക് അതിനനുസരിച്ച് കട പ്രവർത്തിക്കാലോ, മുഫരല്ല ചൂടിലാണോ എന്നൊന്ന് പോയി നോക്കിയത്. അങ്ങനെ ഈ 2 ദൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, അതശ്ഹദാനി അന്ന മുസൈലിമത്ത നബി, മുസൈലിമ നബിയാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വരാ, അതെ, മൂപ്പര് ഞങ്ങൾ നബിയാണെന്ന് തന്നെ ഞങ്ങൾ പറയേണ്ടത്. അതിനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളതും. നബിന്റെ പ്രതികരണം എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗല അന്നർ റസൂല ലാ തുഖ്തലു ലളറബതു അഅനാഖകുമ. ഒരു കാര്യവുമായി വരുന്ന, സന്ദേശവുമായി വരുന്ന ദൂതന്മാരെ കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെ പെരടിപ്പാൻ വിട്ടുമായിരുന്നു പറഞ്ഞു. അതായത് നമ്മളൊരു കാര്യത്തിന് ദൂതന്മാരയച്ചാല് പോലൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു പൊതു നിയമമാണ്. അതാണല്ലോ പിന്നെ ഉദൈബിയ സന്ധിന്റെ മുമ്പ് നമ്മള് ഉദൈബിയയിൽ തമ്പടിച്ച സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചല്ല എവിടേക്ക്? സന്ധി സംഭാഷണത്തിന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു അവിടെ തടഞ്ഞു വെച്ചു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കൊന്നു നോലെന്നെ പ്രചരിപ്പിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ സാഹിബത്തിനോട് പറഞ്ഞത്? നമ്മൾ ഒരു ദൂതനെ ഒരു എഴുത്തുമായിട്ട് പറഞ്ഞയച്ചിട്ട് ആ ദൂതനെ അവർ വധിച്ചു എന്ന് വന്നാൽ ഇനി നമ്മൾ വെറുതെ പോല. അതിലെല്ലാവരാണ് ഇതില്ല, ഉടമ്പടി ചെയ്തില്ല, അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, പകരം ചോദിക്കണം, മരണം വരെ പോരാടാൻ തീരുമാനിച്ചു. ചില ഒരു വേജാറായി. എഴുത്തുകുത്തുമായിട്ട് പോകുന്ന ആളുകളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇവരോട് നബി തങ്ങൾ ചോദിക്കാം, മുസൈലിമ പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞങ്ങൾ നബി മൂപ്പർ തന്നെയാണ്. നബി പറയാണ്, ദൂതന്മാരെ കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു പൊതു നിയമം ഉണ്ടായിട്ടാണ്. അല്ലെങ്കിൽ ഈ വാദമുണ്ടല്ലോ, കാരണം നബി തങ്ങൾ വെറുതെ പറയല്ല, അന്ത്യപ്രവാചകനാണ്, ഖാത്തിമുൻ നബി എന്നാണല്ലോ. ഖാത്തം എന്ന് പറയാ, ഖാത്തിം എന്ന് പറയാം. ഖാത്തിം അവസാനത്തെ ആള്, ഖാത്തം പറഞ്ഞാല് സീല് വെച്ച ആള് എന്നാണ്. ഇനിക്ക് വരാൻ പാടില്ല, വേറെ ഉള്ള ആൾക്കാരെ ഒഴിവാക്കാനും പാടില്ല. അതിനാണ് സീലയുണ്ട്. കുപ്പിവെള്ളമൊക്കെ സീൽ ചെയ്ത് വരേണ്ട എന്തിനാ? അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ബെർണീന്നൊക്കെ എടുത്തെടുത്ത് നിന്ന ആൾക്കാരുണ്ട് സാധനം വാങ്ങാൻ വന്ന. അങ്ങനത്തെ ആൾക്കാർ ഇതൊന്നും എങ്ങനെ ഉണ്ടാവല്ലേ? ഇത് മധുര ഏറെ ഉണ്ടാവല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കും. അങ്ങനെ 4 ആൾ നോക്കിയാൽ പിന്നെ ആളും വാങ്ങൂല. അപ്പൊ അതുകൊണ്ടാണ് സീൽ ചെയ്യുന്നത്. ചോരരുത്, പുറത്തുനിന്നൊന്നും ചേരാനും പാടില്ല എന്നതുപോലെ. അപ്പൊ പ്രവാചക ശൃംഖലയിൽ നിന്ന് ഇനി ആരും പുറത്തു പോകണ്ട, പുറത്തുനിന്ന് ഒരാളേക്ക് കയറ്റും വേണ്ട. അതിനാണ് സീൽ വെക്കുന്നത്. എന്നിട്ട് ആ നബിയോട് അവര് പറയുന്നത് ഉള്ളെടുക്കാൻ വേണ്ടി വന്നതാ. ഓർക്ക് ഗൗരവം മനസ്സിലായി. ഇങ്ങനെ ഒരു ഇതുണ്ടായതുണ്ടെങ്കിൽ എന്റെ ദൂതന്മാരായാലും നിങ്ങളെ പെരടിയാൻ വിട്ടുമായിരുന്നു. ഏതുപോലെ പള്ളിക്കന്ന് 2 ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്, ഭയങ്കര വർത്തമാനം. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിന്ന്, അന്ന് പള്ളി തന്നെ കാർപ്പറ്റ് ഒന്നും ഇല്ലല്ലോ, ഈ പോയി ഇതൊക്കെ ഉണ്ടാവും. അവർ 2 ചരക്കല്ലെടുത്തു, എന്നിട്ട് നന്നായി ഒരു ഏറെടുത്തു. പോലെ ഈ വർത്തമാനം പറയണ്ടോലെ. അതിലാരാ പെറിഞ്ഞത് നേരിങ്ങനെ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞേ, പിന്നെ നിങ്ങൾ ഈ നാട്ടിലൊരു അതിഥികളായി വന്നോണ്ടാണ്, നിങ്ങളെ പെരടിയാൻ വിട്ടും. നിങ്ങൾ എവിടുന്നാണ് ഈ വർത്തമാനം പറയേണ്ടത്? അതിലൊരു വേജാറായി പോയി. സംഭവം ശരിയാണ്. ആ നാട്ടിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമ്മൾ അതിഥികൾ വരും പോലെയാണ്. നമ്മൾ ചിലപ്പോൾ ഓലേക്കാർ നല്ല ശരിയാക്കാം. എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ അമ്മായിക്ക് അടുപ്പിലും ദൂരാറിനായിരിക്കും, നാട്ടുകാർക്ക് എന്തോ ആകാം. പുറത്തുനിന്ന് വരുന്നവർക്ക് ചില വലിയ പ്രശ്നമായിട്ട് നമ്മൾ കരുതുക. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നിങ്ങൾ അതിഥികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെ നമ്മൾ ശരിയാക്കിയോ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ നോക്കൂ, മുസൈലിമത്തുൽ കദ്ദാബ് ഏതായിരുന്നാലും അയാളെ ഈ മുസൈലിമ പിന്നെ വല്ലാതെ പ്രവർത്തിച്ചു. അങ്ങനെ ഇയാൾ കാത്തുക്കായിരുന്നു മുത്തുനബിയുടെ വഫാത്തിന്. അള്ളാഹിന്റെ തിരുദൂതർ വഫാത്തായപ്പോ ഈ പറയപ്പെട്ട മുസൈലിമക്ക് വഹി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ മുസൈലിം എന്ത് ചെയ്തു? ഇവന് ആണ് പ്രവർത്തനം സജീവാക്കി. അപ്പൊ കുറെ ആളുകൾ നമ്മളെ കൂട്ടത്തിലെ കുറെ ദുർബല വിശ്വാസികൾ, നബിയുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവര് ഓർച്ചിട്ട് ഓലൊക്കെ ഇയാളൊപ്പം കൂടി ഭയങ്കര പ്രശ്നമായി. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കം തീരുമാനിച്ചു മുസൈലിമയുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ. അങ്ങനെ മുസൈലിമയുമായിട്ടൊരു യുദ്ധം ചെയ്തു. മുസൈലിമയെ അമ്പെയ്ത് വീഴ്ത്തിയത് വഹ്ശി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഹംസ റളിയല്ലാഹു അൻഹു വധിച്ച അദ്ദേഹം ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു കൊന്നതിലുള്ള വിഷമം. അദ്ദേഹം മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചു. പിന്നീട് അദ്ദേഹം പറയുമായിരുന്നു, ഖതൽതു ഖൈറൻ നാസി ഫിൽ ജാഹിലിയ്യ, അന്ധകാര യുഗത്തിൽ ജനങ്ങളിൽ ഏറ്റവും ഖൈറായ ഒരാളെ ഞാൻ കൊന്നു. വശർറൻ നാസി ഫി ഇസ്ലാമി, ജാഹിലിയ്യ കാലത്ത് എന്റെ ഇസ്ലാം കാലഘട്ടത്തിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഷർറായ ഒരാളെയും ഞാൻ വധിച്ചു. അതിന്റെ ശേഷം മൂപ്പർക്കൊരു സമാധാനം വന്നതാണ്. പ്രത്യേകിച്ച് മദീന പള്ളിയിൽ അള്ളാഹിന്റെ തിരുദൂതര് ഉപദേശം കൊടുക്കുമ്പോൾ വഹ്ശി റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നിരിക്കും. അങ്ങനെ നബി തങ്ങൾ സംസാരം തുടങ്ങി ഇങ്ങനെ ആളുകളെ നോക്കുമ്പോൾ വഹ്ശിനെ കാണുമ്പോൾ
അപ്പൊ നബി തങ്ങൾക്ക് വിഷമായി, ഹുസൈനന്റെ എളാപ്പാനെ കൊന്ന ആളാണുള്ളത്. സംഗതി അല്ല വെറുതെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിനിടെ തികട്ടി വരും. അപ്പൊ ഒരു ദിവസം സ്വകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ നിന്നെ കാണാതിരുന്നോണ്ടിട്ടോ ഒരു വിഷമാണ് ആണോ ഓർക്കുമ്പോ. അത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. പിന്നെ മൂപ്പര വിഷമം തീർന്നത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. കാരണം അതാ മൂപ്പര് പറഞ്ഞത്, ജാഹിലിയത്തില് ഏറ്റവും ഷർറായ ഒരാളെ, ജാഹിലിയത്തിലെ ഏറ്റവും ഹൈറായ ഒരാളെ ഞാൻ വധിച്ചു, ഹംസ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിയത്തിൽ എനിക്ക് എന്ത് സാധിച്ചു, അതിന് പകരം വീട്ടാൻ സാധിച്ചു എന്നതിൽ അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടെ പറയാറുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇവനെ പറ്റിയാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ മേൽ വ്യാജം നിർമ്മിക്കുകയും വഹി വരാതെ തനിക്ക് വഹി വരുന്നുണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്നവരെക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? ഇനി പറയുന്നെന്താ, വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതുപോലെ ഞാനും മറക്കുന്നു പറയുന്നവന്, അങ്ങനെ പറയുന്ന ആളും അവനെക്കാളും വലിയ അക്രമി ആരുണ്ട്? അത് രസകരമായൊരു സംഭവമാണ്. അത് കേട്ടോളൂ. അത് നമ്മക്കൊക്കെ അബദ്ധം പറ്റാതിരിക്കാൻ അത് നമ്മളൊന്ന് വളരെയധികം പഠിക്കേണ്ടത് നല്ലതാണ്. അതായത് മുഹമ്മദ് പിന്നെ അബ്ദുല്ലാഹിബിന് സഅദ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം നമ്മളെ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു. ആദ്യം പിന്നെ നബിയുടെ കൂട്ടത്തിൽ നബിയെ കൊണ്ട് വിശ്വസിച്ച ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിന് സഅദ്. അങ്ങനെ ഒരു സംഭവം എന്താ വെച്ചാൽ, എല്ലാം ശ്രദ്ധിക്കണട്ടെ ഈ സംഭവം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്ത് ഇറക്കുകയാണ്. ആ ആയത്ത് ഇറങ്ങിയ ഉടനെ അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുകയാണ്. അപ്പൊ ഇയാൾ അവിടെ ഉണ്ട്, ഈ പറയപ്പെട്ട പിന്നെ അബ്ദുല്ലാഹിബ്നു സഅദ് എന്ന് പറയുന്ന ഇയാൾ എവിടെ ഉണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലുണ്ട്. ആ നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക കേട്ടോ. നീ കേട്ടോളൂ, അത് വിശദീകരിച്ചു കൊടുക്കണം. ആ ആയത്ത് ഇതാണ്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ആയത്തിൽ പറയുന്ന മനുഷ്യരെ ഞാൻ ശുദ്ധമായ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ثم جعلناه نطفة في قرار مكين. പിന്നീട് അതിനെ, ആ ഇന്ദ്രിയ ഗണങ്ങളെ അതിനെ സുരക്ഷിത താവളത്തിൽ നിക്ഷേപിച്ചു. ഖറാറും മക്കീൻ എന്ന ഗർഭപാത്രത്തിനാണ് സുരക്ഷിത താവളം എന്ന് പറഞ്ഞത്. പിന്നീട് അള്ളാഹു പറയാണ്, പിന്നീട് നാം ആ ബീജഗണങ്ങളെ നാം ഒരു രക്തപിണ്ഡമാക്കി. പിന്നീട് ആ രക്തപിണ്ഡത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി. പിന്നീട് ആ മാംസപിണ്ഡത്തെ നാം അസ്ഥികളാക്കി, എല്ലുകളാക്കി. പിന്നീട് ആ അസ്ഥികളെ നാം എന്ത് ചെയ്തു? മാംസങ്ങളാക്കി കൊണ്ട് പൊതിഞ്ഞു. അള്ളാഹു പറയാണ്, നോക്കൂ, അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു ആ എല്ലുകളെ. അതിന് മുകളിൽ മാംസം വന്നു. പിന്നീട് എന്നിട്ട് പിന്നീട് അല്ലാഹു തആല പറഞ്ഞു, സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പിന്നീട് നാം ആ സൃഷ്ടിയെ ഒരു പുതിയ രൂപമായി, 10 മാസം 9 മാസം ആയപ്പോഴേക്ക് ഒരു പുതിയ രൂപമായി നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇതുവരെ നബി ഓതിയിട്ടാണ്, അതുവരെ നബി ഓതി. അപ്പൊ ഈ അബ്ദുല്ലാഹിബ്നു സഅദ് എന്ന് പറയുന്ന ആള് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മനുഷ്യന്റെ ആ ഗർഭപാത്രത്തിലെ പരിണാമങ്ങളെ പറ്റി ഇങ്ങനെ പറയാമല്ലോ. ഇതിന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ അബ്ദുല്ലാഹിബ്നു സഅദ് പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അയാള് പറഞ്ഞതാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മൂപ്പര് അത്ഭുതത്തോടുകൂടെ പറഞ്ഞതാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴേ ആ നുത്ഫത്ത്, പിന്നെ അലഖത്ത്, പിന്നെ മുളകത്ത്, പിന്നെ ഇവാമ്, ഈ പരിണാമങ്ങളെ പറ്റി കേട്ടപ്പോൾ മൂപ്പര് ആശ്ചര്യത്തോടെ പറഞ്ഞു, എന്ത് അനുഗ്രഹ സമ്പൂർണനായ സൃഷ്ടികർത്താക്കളിൽ വെച്ച് അല്ലാഹു എത്ര അനുഗ്രഹ സമ്പൂർണനാണ്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിൽ ഇയാളാകെ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഈ ഖുർആന്റെ ആയത്തിന്റെ അവസാനം ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്.
അത് നബി തങ്ങൾ ഓതി കൊടുക്കേണ്ടതിന് മുമ്പാണ് അബ്ദുല്ലാഹി ഇബ്നു സഅദ് എന്ത് പറഞ്ഞത്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. ഇയാൾ ആകെ കൺഫ്യൂഷനായി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ആ ആയത്തിന്റെ അവസാനം നിങ്ങളാ പറഞ്ഞു തന്നെയാണ്. അപ്പൊ മൂപ്പര് അപ്പൊ എന്ത് ചിന്തിച്ചാൽ മതിയെന്ന് പഠിച്ചോനെ, ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയുള്ള റബ്ബും പറഞ്ഞത്, അതായത് റബ്ബ് നേരത്തെ പറഞ്ഞു അത് നബി തങ്ങൾ ഓതുന്നതിന് മുമ്പ് അതിന് യോജിച്ചു വന്നല്ലോ, അതിൽ സന്തോഷിച്ചാൽ മതിയെന്ന്. പക്ഷെ മൂപ്പരെന്താ കരുതി അറിയോ? വഹി എനിക്കും വരുന്നുണ്ട് എന്ന് കരുതി. അവിടെ പ്രശ്നമായത് മനസ്സിലായില്ല. മൂപ്പരെന്നാണ് പൊന്തി മൂപ്പര് ഇസ്ലാമിന് രാജിവെച്ചു. ഇസ്ലാമിന് രാജിയൊക്കെയല്ല, രാജിവെച്ചവനായി മൂപ്പര് പുറത്തു പോയി. മൂപ്പര് നേരെ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു മുഹമ്മദ് നബിക്ക് മാത്രമൊന്നല്ല എനിക്കും വഹി വരാൻ തുടങ്ങിയിരിക്കണു. കാരണം ഇത് കിട്ടേ ഇത് ഏറുമൂറും ഒത്തതാണ്. നമ്മൾ പറയല്ലോ പിന്നെ മാങ്ങക്കെറിഞ്ഞ് ചക്കക്ക് കൊണ്ട് മൊയിലിന് കൊണ്ടുവരണമാർക്ക്, മൊയിലിന് എറിഞ്ഞല്ല, ഇത് തിരിഞ്ഞു പറഞ്ഞാണ് വന്നാണ്. മൂപ്പര് ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ അത്ഭുതത്തോടു കൂടെ പറഞ്ഞതാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ആയത്തിന്റെ അവസാനം അങ്ങനെ തന്നെയാണെന്ന് നബിതങ്ങൾ പറയലോടുകൂടെ ഇയാൾ പറഞ്ഞത് എനിക്കും വഹി വരുന്നുണ്ട് പോറും, അല്ലെങ്കിൽ ഞാനെങ്ങനെ അങ്ങനെ പറയുന്നു. അങ്ങനെ മൂപ്പര് നടന്നാണ് പറഞ്ഞു മുഹമ്മദ് നബി പറയുന്നത് പോലെ ഞാനും പറയും, മുഹമ്മദ് നബിക്ക് വഹി വരുന്നത് പോലെ എനിക്കും വഹി വരുന്നുണ്ട് എന്ന് മൂപ്പര് മുശ്രിക്കീങ്ങളോടൊക്കെ നിരന്തരം പറഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. പക്ഷേ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ വളരെ പ്രധാനമാണല്ലോ. മക്ക വിജയത്തിന്റെ ശേഷം അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടു. ഇളങ്ങിട്ടെന്ന് വന്നു. പിന്നെ സഹാബി. അപ്പൊ ആദ്യം വന്നു, ഇടക്കാലത്തുനിന്ന് അങ്ങോട്ട് പോയി, സുസ്ഥിരത ഉണ്ടായില്ല. പക്ഷെ ആഖിബത്ത് റെഡിയായി. ലാസ്റ്റ് ഇങ്ങോട്ട് നിന്നു. അവൻ ഭാഗ്യാണ്, അദ്ദേഹത്തിന് തെറ്റ് തിരുത്താൻ അവസരം കിട്ടി. അപ്പൊ അദ്ദേഹം കാരണമാണ് ഈ ആയത്തിൽ എന്ത് അല്ലാഹു തആല പറഞ്ഞത്? നോക്കൂ, അല്ലാഹു അവതരിപ്പിക്കുന്നത് പോലെ ഞാനും ഇറക്കും. കാരണം എന്താ? പടച്ചോനോടാ പറയുന്നത്, ഞാൻ അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞില്ലേ എന്നാ മൂപ്പര് പറയുന്നത്. അങ്ങനെ പറയുന്നത് മൂപ്പർക്ക് തോന്നണം ഞാൻ കാര്യപ്പെട്ട ആളായി. എന്നതുപോലെ നമ്മളിപ്പോൾ ഈ ചില ആളുകളൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യപ്പെട്ട ആൾക്കാരെ എടുത്താണ് കരുതിയാണ്ട് ഏതെങ്കിലും കള്ളന്മാരുടെ അടുത്തൊക്കെ എത്തി കിട്ടിയാൽ ഓൻ വെറുതെ എറിയും. ചിലപ്പോൾ എന്ത് അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയും. ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും കാരണത്താൽ ശരിയാക്കിയ അക്കൗണ്ട് ഒക്കെ മറിച്ചത് അങ്ങനെ മറിച്ചു. എന്നിട്ട് പിന്നെ ഇവൻ പണിയെടുത്ത പൈസ ഒക്കെ അവിടെ കൊണ്ടേ കൊടുക്കും. അത് മൂപ്പര് ആദ്യം പറഞ്ഞിട്ടേന്ന് പറയും. അത് പറഞ്ഞേ കാരണം അതൊക്കെ ശരിയായിക്കോളും എന്നറിയാം. ഇവന് 25 കൊല്ലം കഴിഞ്ഞിട്ട് ശരിയായാലും അയാൾ അക്കൗണ്ട് കൊടുക്കുക. നല്ല ആൾക്കാർ പറയും, അത് വേറെ അർത്ഥത്തില്. അല്ലാത്തവര് പറയും മഹത്വവൽക്കരിക്കും അതിന്റെ പേരിൽ. എന്നമാർക്ക് ഇയാളെന്ത് ചെയ്യണം? സ്വയം പൊക്കി. സംഗതി യാദൃശികമാണ്. മുമ്പൊരിക്കലും അഭിമാനിച്ചാൽ മതിയായിരുന്നു. ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാരണം 16 ആയത്തുകൾ ഇറങ്ങി. മുമ്പര് പൊന്തിയില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു കാരണം 26ഓളം ആയത്തുകൾ അല്ലാഹു ഇറക്കി. മുമ്പൊരു കാര്യം അങ്ങനെ വേണം, ആ വിഷയത്തിൽ ഇങ്ങനെയാണ് വേണ്ടത് മനസ്സിൽ കരുതിയാണ് പോകുമ്പോഴത്തേന് ആയത്തിറങ്ങിയാണ് അല്ലേ. ഒരു കുട്ടി വന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞേച്ച കുട്ടി വന്നിട്ട് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് സമ്മതമില്ലാതെ കയറിയില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലിന്റെ തൊടഭാഗം ഔറത്ത് വെളിവായി കിടക്കുകയാണ്. കുട്ടി വന്നിട്ട് നിങ്ങളെ റസൂല് വിളിക്കുന്നതാണ് വിളിച്ചതാണ്. ഞെട്ടി ഉണർന്നു നോക്കുമ്പോ വസ്ത്രം ഇങ്ങനെ പാറി കിടക്കുകയാണ്. അതിൽ മൂപ്പർക്ക് ഒരു ലജ്ജ തോന്നി. സംഗതി ചെറിയ കുട്ടിയല്ലല്ലോ, പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിലും വകതിരിവുള്ള കുട്ടിയല്ല. ഇതിനൊക്കെ ഒരു നിയമമാണ്. മനസ്സിൽ കരുതി അങ്ങനെയാണ് പോയതാണ്. അവിടെയൊക്കെ ആയത്തിറങ്ങി. സൂറത്തുൻ നൂറിലെ കുട്ടികളാണെങ്കിലും ഭൃത്യന്മാരാണെങ്കിലും, അതായത് ഭൃത്യന്മാർക്കൊക്കെ ഇപ്പോൾ വീട്ടിൽ എപ്പോഴും കയറാനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും സ്വകാര്യ റൂമുക്കൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യണം? വാതിൽ മുട്ടാതെ കയറരുത്, സമ്മതം ചോദിക്കാതെ കയറരുത്. അത് പിന്നീട് സങ്കടത്തിന് വിഷമത്തിന് കാരണമാവുന്നു. ലജ്ജ എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടായതുകൊണ്ട്. അപ്പൊ നോക്കൂ, ഇതിനൊരു തീരുമാനം കാണുന്നത്, ഇതിനെപ്പറ്റി നബിയോടൊന്ന് സംസാരിക്കണം എന്ന് കരുതി അദ്ദേഹം ചെല്ലുകയാണ്. അപ്പോഴേക്ക് തീരുമാനമായി. ഈ സന്തോഷം നിബിധങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങിയിരുന്നു. എന്നിട്ടും അവർക്ക് ലെവലേഷൻ എന്തുണ്ടായില്ല. ഞാനപ്പോ ചില്ലറല്ലല്ലോ തോന്നിയോ? ഇല്ല. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ആദ്യം അങ്ങനെ ഒന്ന് തോന്നിപ്പോയി. അതിന്റെ ഫലം കിട്ടി ചെയ്തു, പുറത്തുപോയി. അത് നിർഭാഗ്യമല്ലേ. പക്ഷെ പിന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് അവസരം കൊടുത്തു, സത്യത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ്. അപ്പൊ അങ്ങനെയൊന്നും അതിന് വിട്ട് പറയാൻ പാടില്ല. ഇനി മൊത്തത്തിൽ പറയണം, അതായത് ആരാണെങ്കിലും അള്ളാഹു പറഞ്ഞ മാർഗം വിട്ട് വ്യതിചരിച്ചു കഴിഞ്ഞാൽ അവരെ മരണവേളയിലെ ഒരവസ്ഥ ആ ബുദ്ധിമുട്ടിലേക്ക് വരൽ ചൂണ്ടാണ്.
വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വപ്രാളത്തിൽ പ്രയാസമേറിയ ഘട്ടത്തിൽ അതിക്രമകാരികളെ താങ്കൾ കാണുകയാണെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള വേദനാജനകമായ സന്ദർഭമായിരിക്കും. എന്താ കാരണം? വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവർക്ക് നേരെ കൈ നീട്ടുന്നതാണ്. എന്നിട്ട് പറയും അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ആത്മാവിനെ അങ്ങോട്ട് പുറന്തള്ളൂ എന്ന് പറയും. വേറെ ആയത്തിൽ പറയുന്നത് അറിയോ? മലക്കുകള് എന്റെ ആത്മാവിനിട്ട് പുറത്തേക്ക് തള്ളടാ എന്ന് പറയാ മാത്രല്ലേ, ഞെക്കി പിയ്യാന്ന് പറഞ്ഞമാർക്ക് യദ്രിബൂന, ഒരു ആയത്തിൽ പറയുന്നല്ലോ മലക്കുകൾ അവരെ അടിക്കുന്നതാണ്. മലക്കുകൾ അവരെ അടിക്കും, അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗത്തും അടിക്കുന്നതാണ്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇരു പാർശ്വങ്ങളിൽ അടി വീഴുന്നതാണ്. ആയത്തിങ്ങനെയാണ്, മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന രംഗം, അവരെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും മലക്കുകൾ അടിക്കും, അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കുന്ന. അതൊന്നും ഇപ്പൊ നമ്മള് പുറത്തേക്കൊന്നും പോലെ അറിയണില്ല. എത്ര ഇഷ്ട ജനങ്ങൾ അടുത്തുണ്ടെങ്കിലും അവർ ഈ ഗൗരവം അറിയണില്ല, ഇവർ കിട്ടുന്ന ഈ പ്രയാസം. അതിനെപ്പറ്റി തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അതിന്റെ വേദന, അതിന്റെ പ്രയാസം എത്രയെന്ന് ചോദിച്ചാൽ, ഒരാളുടെ ശരീരത്തിൽ 1000 ചാട്ടവാറ് കൊണ്ട് ഒരേ സമയം അടിക്കുന്നത് പോലെയാണ്. 1000 ചാട്ടവാറ് ഒന്നായിട്ട് കൂട്ടിയിട്ടടിച്ച വേദന ഉണ്ടാവില്ല, അങ്ങനല്ല. ശരീരത്തിന്റെ 1000 ഭാഗങ്ങളിൽ ഒരേ സമയത്ത് അടിക്കുക, ഓരോ ചാട്ടവാറ് കൊണ്ട്. അല്ലാതെ ചൂലുമെന്ന് ഒരു ഇല്ലെടുത്ത് അടിച്ചാലേക്കാരം വേദന, എല്ലാം കൂടി അടിച്ചാൽ അത്ര വേദന ഉണ്ടാവില്ല അല്ലേ? ഇതങ്ങനല്ല. 1000 സ്ഥലത്ത് ശരീരത്തിന്റെ 1000 ഭാഗങ്ങളിൽ ഒരേ സമയത്ത് ചാട്ടവാറ് കൊണ്ട് അടിച്ചുള്ള വേദന എത്ര അതിനേക്കാൾ. ചില തഫ്സീറുകളിൽ കാണാം, ജീവനുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് ജീവനോടുകൂടെ തൊലിങ്ങനെ ഉരിഞ്ഞെടുത്താനുള്ളൊരു പ്രയാസം. ഇപ്പൊ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ഇപ്പോ ഭയങ്കര വിഷയങ്ങള. എന്താ അത്ര ഭീകരമായി തോന്നാൻ കാരണം? സൂചി കൊണ്ട് കുത്തുന്നുണ്ട്. നരിസുമ്പോ ഒരാൾ എനിക്കൊരു വീഡിയോ അടിച്ചത് നോക്കിയ സ്ഥാനം, ഞാൻ ഇപ്പൊ ആരെ സോപ്പ് വെച്ച് കിടക്കേണ്ടതെന്നാ കരുതി ആദ്യട്ടോ. പിന്നെയാണ് ഇത് നോക്കുമ്പോഴാണ് ഇത് എന്താ സപ്ലാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കാണണ്ടാണ്, ഡിലീറ്റ് ചെയ്തല്ലേ അറിയാം. അത് കണ്ടാൽ പിന്നെ അന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നൂല. എന്തൊക്കെയാ നടക്കേണ്ടതില്ല. പഠിച്ചം കാത്തതാണ് ഈ 4. ഇതിപ്പോ പിടിക്കപ്പെട്ടിട്ടുള്ളായിരുന്നെങ്കിൽ ഇവർ അടുത്ത കൊല്ലം നഴ്സുമാരായിട്ട് ഇറങ്ങാനുള്ളവരാണ്. ഓരോരുത്താണ് പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഓനാണ് നമ്മൾ മുറി ഡ്രസ് ചെയ്യാൻ പോകേണ്ടത്. ഒരു സ്ഥിരമായിട്ട് വെള്ളടിക്കുന്നവരാണ് അത്ര ഈ കുട്ടികൾ. അപ്പോൾ ചെറിയ വിദ്യാർത്ഥികൾ, തുടക്കക്കാരായ വിദ്യാർത്ഥികൾ പൈസ കൊടുക്കണം, മുതിർന്ന വിദ്യാർത്ഥികൾക്ക് പൈസ കള്ളുടിക്കാൻ. അത് കിട്ടതിനാണ് ഈ ചെയ്യേണ്ടത്. 2 കൈയും കാലും കെട്ടിയിട്ടിട്ട് കോമ്പസ് കൊണ്ട് കുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പുറം ലോകം കാണരുത്, അതിനാണ് പോലീസ്. ഇവരൊക്കെയാണ് കെട്ടിയിട്ടിട്ട് ഇതിന്റെ വേദനയും പ്രയാസം അറിയാൻ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുറിയാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് മുളക് തേച്ചിട്ട് ഇങ്ങനെ 4-5 മണിക്കൂർ ഇങ്ങനെ പറച്ചം ഭാഗത്തുനിന്ന് ഭയങ്കര കൂലി ഉണ്ടാവും അതിന്. എന്നാലേ ഇതൊക്കെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കണ്ടേ, മാന്യമായിട്ട് പഠിക്കാൻ പോകേണ്ട കുട്ടികൾക്ക് പഠിക്കണ്ടേ. ഈ ജാതി ഇത് ചെയ്താൽ അതും ഏതാണ് ഫീൽഡൊക്കെ നിങ്ങൾ ഏറ്റവും അധികം ദയ വേണ്ട. അതാണ് ഈ ധാർമ്മികമായിട്ടുള്ള ഈ ക്ലാസ്സുകളൊന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് കിട്ടണം. മറ്റേത് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഓൽക്കൊക്കെ ആദ്യം വേണ്ടത് എങ്ങനെയാണ്? സഹജീവികളോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത്? അങ്ങനെയല്ലേ വേണ്ട? എല്ലാരെയും കൊടുക്കണ്ട. ഓൽക്കൊക്കെ എത്ര ദയ വേണം. കാരണം ഓല ഫീൽഡ് ഏതാണ്, ഓല് ഏത് രംഗത്തേക്ക് ഇറങ്ങാനുള്ളവരാണല്ലോ. എന്താണ് അവരാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ അതിനുള്ള മാർഗതാണ്. അവനൊക്കെ കൈശലായി പോകുന്നോണ്ട്, രക്ഷപ്പെട്ടു പോകുന്നോണ്ട് ആണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. ഏതായാലും ചിലപ്പോൾ ഹയറിനെ കാരണം ഞാൻ അതിലൊരു തീരുമാനമായെങ്കിൽ ഇപ്പൊ അങ്ങനെ 4 ദിവസം ഉണ്ടാവും ചർച്ച. പിന്നെ കുട്ടികൾ ഓരോ പണി തുറന്നു. തുടർ പഠനത്തിന് ഓൽക്കെന്ത് ചെയ്യരുത്, അവസരം കിട്ടരുത്. ഓനാകോ എന്നിങ്ങനെ നടക്കണം കാലാകാലം, പെണ്ണുപോലും കിട്ടരുത്. അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ശരിയായി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പേടിയുണ്ടാവും.
വേണ്ടാത്തതിന് എന്തൊക്കെ ചർച്ച ഇവിടെ നടക്കുന്നത്. മദ്രസ പൂട്ടാൻ നടക്കുകയാണ്. ആലോചിച്ച് നോക്കിയാൽ മതസ്ഥാപനങ്ങളെ പൂട്ടാൻ നടക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പാടാണ്. നമുക്കുണ്ടല്ലോ കുറേ സ്ഥാപനങ്ങൾ 100, 200, 300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനത്തെ വല്ല കേട്ടുഗുണങ്ങൾ ഇല്ലല്ലോ. അത് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ, നമുക്കതിൽ അത്ഭുതമില്ല, കേൾക്കാൻ പാടില്ലല്ലോ. അപ്പം മതം വേണം എന്നുള്ളിടത്തേക്ക് ഇവരൊക്കെ എത്തും. കാരണം അതില്ലാത്തതുകൊണ്ടാണ്. ഒരു 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 പിന്നെ ഇങ്ങനെ ഒരു ഉള്ളിലൊരു കാളിച്ച വരാൻ പോകുന്ന ചില ദുരന്തങ്ങൾ, പരലോകം, അതൊക്കെ ആലോചിക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ വരൂലല്ലോ. എൻ്റെ മഹല്ലിലെ പ്രസിഡന്റ് പറയണം, അയാൾ രാവിലെ നീച്ച് നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടി സിറ്റ് ഔട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അയാൾ എന്നോട് പറയാം, ഞാനതിന് പാലൊക്കെ കൊടുത്തു. ഒരു ജീവിയല്ലേ, അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകും. പുറത്തൊക്കെ ഒഴിവാക്കിയാൽ എന്തേലും വേറെ ഏതെങ്കിലും ജീവികൾ കടിച്ച് ഇതാക്കും. എന്നിട്ട് അതിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരു വിധം അതിൻ്റെ ശേഷം എന്ത് ചെയ്തു, അതിന് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ശേഷം അതിന് ഇതാക്കി. നായല്ലേ എന്ന് കരുതി ഒഴിവാക്കില്ല. അതാണ് ശരിക്കും നമ്മളെ മതം പഠിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ മനുഷ്യന്മാരോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ആലോചിച്ചിട്ട് കൊടുത്താൻ കിട്ടില്ല. മഹാക്രൂരതകളാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മുടെയൊക്കെ മക്കൾക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകട്ടെ. ആമീൻ. കാരണം കുട്ടികളൊക്കെ പല സ്ഥാപനങ്ങളിലും ഭൗതിക സ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. അവർക്കൊക്കെ സ്വസ്ഥമായി എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കണമല്ലോ. അപ്പൊ അതിനൊക്കെയുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരും സംവിധാനങ്ങളൊക്കെയാണ്. നിയമങ്ങൾ കർശനാക്കണം. നിയമങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് നമ്മളാണല്ലോ. സ്ഥാപന മേധാവികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓൽക്കും പേടിയാണ് ഇപ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള. അതാണ് പ്രശ്നങ്ങൾ. ഏതായാലും ഇതിലേലും നമ്മൾ ആരെ പേരും കണ്ടില്ല എന്നുള്ളൊരു സമാധാനം. ഞാനൊക്കെ എഴുതിന് ഞാനും വലിയ മയമതും പോക്കരുണ്ടാകുമോന്ന് ഒക്കെ പേര് നല്ല പേരുകളേക്കാരെ എല്ലാത്തിലും ഉണ്ടാവും. നല്ലതിലുണ്ടാകുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷേനു. അതില്ലാതെ പോവാണ്. അപ്പൊ മരണവേളയിൽ ഉള്ള പ്രയാസത്തെ പറ്റി പറയാണ്. അപ്പൊ നോക്കൂ, അപ്പൊ ഒരു സൂചി കൊണ്ട് കുത്തുമ്പോഴൊരു പ്രശ്നം എത്രയാണ്. അപ്പൊ തൊലി ഇങ്ങനെ പറിച്ചെടുക്കുകയാണെങ്കിൽ എന്തേക്കാര അവസ്ഥ, ബോധം കെടാത്തൊരവസ്ഥയിൽ അതിലേറെ വേദനയാണെന്നാണ്. അതും ആകെ രോമകൂപങ്ങളിൽ വരെ, ഒരു രോമക്കുത്തിൽ വരെ വേദന ഇല്ലാതിരിക്കൂല എന്നാണ് ഈമല്ലെങ്കിൽ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നല്ല ഈമാനുണ്ടെങ്കിൽ തന്നെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞില്ലേ, നല്ല വേദനയായിട്ടടി. അവളാ ഫാത്തിമ ബീവി പറഞ്ഞത്, എൻ്റെ ഉപ്പാക്ക് എന്നും വേദനയാണ്. അപ്പോളാ നബിതങ്ങൾ പറഞ്ഞത്, ലൈസാലീക്ക് കറുമ്പും പഴതലിയാവും, ഇതിന്റെ ശേഷം എൻ്റെ ഉപ്പാക്കടി ഒരു വേദന ഉണ്ടാവില്ല, അത് ലാസ്റ്റാട്ടോ. അവൻ നിങ്ങളൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മൾ എത്രമാത്രം എന്നിട്ട് പേടിച്ച് കാര്യമൊന്നും വേണ്ട, അതൊക്കെ അങ്ങനെ നടക്കും. ഈമാൻ കിട്ടിയാൽ മതി. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു തആല പറയാണ്, അക്രമകാരികളായ ആളുകള് മരണവേളയിൽ അവിടെ പ്രയാസം എത്ര ഗൗരവമുള്ളതായിരിക്കും. മലക്കുകൾ കൈകൾ നീട്ടും അവരിലേക്ക്, എന്നിട്ട് ആത്മാക്കളെ പുറത്തിറക്കൂന്ന് പറയും. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹു തആല പറയാണ്, അൽയൗമ അന്നേ ദിവസം തുജ്സൗന അദാബൽ ഹൂൻ, അപമാനകരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടും. ബിമാ കുൻതും തഖൂലൂന, നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ടാകും. എന്താ കാരണം? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, നിങ്ങൾ അല്ലാഹുവിന്റെ മേലിൽ അസത്യം പറഞ്ഞു. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ അഹങ്കരിച്ചു. അതിനെ അംഗീകരിക്കാൻ നിങ്ങൾക്കൊരു മടി. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇറങ്ങുമ്പോൾ ഇതിലിപ്പോ എന്താ അത്ര അത്ഭുതം? അൻഫാൽ സൂറത്തിൽ ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ഖാലൂ ഖദ് സമീഅനാ ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ. ഒരു അഹങ്കാരത്തോടെ പറയുന്നത് അല്ലാഹു തആല അൻഫാൽ സൂറത്തിലൂടെ പറയാണ്. അതായത് നമ്മുടെ ആയത്തുകളെ അവരുടെ മേലിൽ ഓതപ്പെട്ടാല് ഖാലൂ, ഓരെന്താ പറയാറിയോ, ഖദ് സമീഅനാ,
ഈ ആയത്തുകളൊക്കെ ഞങ്ങൾ കേട്ടു, സമ്മതിച്ചു. പക്ഷേ ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ, ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഇതുപോലത്തെ ആയത്തുകൾ ഞങ്ങൾക്കും പറയാൻ കഴിയും. ഇതിനിപ്പോ എന്താ നിങ്ങൾ ഇങ്ങനെ എത്ര പറയാനാണ്? നബിയോട് ചോദിക്കാണ്, താങ്കൾ എന്തിനാ ഇതിങ്ങനെ ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ കേട്ടു, താങ്കൾ ഓതി തരുന്നൊക്കെ ഞങ്ങൾ കേട്ടു, ഇതൊക്കെ ഞങ്ങൾക്കും കഴിയേണ്ട തന്നെയാണ്. ഇതുപോലുള്ള ഞങ്ങളും കൊണ്ടുവരും, ഇതൊന്നും വലിയ അത്ഭുതമല്ല. എന്നിട്ട് പിന്നെ ഒരു കളിയാക്കലും, ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവീകരിൽ കഴിഞ്ഞുപോയ കഥകൾ മാത്രമാണ്, പഴയ കഥയാണ് ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ. ഇതുപോലത്തെ ഞങ്ങൾക്ക് ഓതിത്തരാൻ കഴിയും, ഇതേപോലെ ഞങ്ങൾക്കും കഴിയും. നിങ്ങൾ കൊണ്ടുവരും പറഞ്ഞാൽ ഒരു കൊണ്ടുവരുന്നില്ല, പക്ഷെ ഒരു വലിയ വർത്തമാനം പറയാം. ഇതാണ് ഓലെ അഹങ്കരിച്ചു, ഓൽക്കതിനെ അംഗീകരിക്കാൻ വലിയ പ്രയാസം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷ നിങ്ങൾക്കുണ്ട് എന്നാണ് അള്ളാഹു താല പറയുന്നത്. അതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾ അസത്യം, സത്യമല്ലാത്തത് പറഞ്ഞു, നമ്മുടെ ആയത്തുകളുടെ കാര്യത്തിൽ നിങ്ങൾ അഹങ്കരിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് അപമാനകരമായ നിന്ദ്യമായ ശിക്ഷയുണ്ട്. മാത്രല്ല വലഖദ്, ഇന്നത്തെ ആയത്ത് നോക്കൂ, അടുത്ത ആയത്ത്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഏകരായ രൂപത്തിൽ ഞങ്ങളിൽ നമ്മിലേക്ക് വരുന്നതാണ്. ഒരു ദിവസം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ ഏകരായി നമ്മിലേക്ക് വരുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഫുറാദ എന്ന് പറഞ്ഞാല് അതാ ശേഷം തന്നെ പറയുന്നത്, കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യം ഞാൻ എങ്ങനെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത് അതേ രൂപത്തില് നിങ്ങൾ ഏകരായി വരുന്നതാണ്. ഒരാൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ ഒറ്റക്ക് വരികയാണ്, അതേ രൂപത്തിൽ വരുന്ന പറഞ്ഞാൽ അതേ വലിപ്പത്തിൽ വരുന്നല്ല, അതേ വലിപ്പത്തിൽ വരുന്നല്ല. 33 വയസ്സുള്ള ഒരാൾ എങ്ങനെയായിരിക്കും, അതേ രൂപത്തിലാണ് നാളെ പരലോകത്ത് ഓരോരുത്തരും എന്ത് ചെയ്യാൻ വരിക. പ്രായത്ര 33ആണ്. ഒറ്റക്ക് വരും എന്ന് പറഞ്ഞാല് ഒറ്റക്ക് തന്നെ വരിക. ആൾക്കാർ കുറെ ഉണ്ടെങ്കിലും ഇവിടെ നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഞാൻ ഒറ്റക്ക് പോയ ശരിയാച്ചു, വാ മറ്റേനെയും കൂടി കൂട്ടിക്കോ, അങ്ങനെ ആള് കൂടിയതിനനുസരിച്ച് കൊച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, കാര്യങ്ങൾ ശരിയാക്കുക അല്ലെങ്കിൽ ശരിയാക്കാതിരിക്കുക, പലതിനും ആളെ കൂട്ടാം. അവിടെ ആ ആളെ കൂട്ടൽ നടക്കൂല എന്നാണ് ഫുറാദാരണം. അവനാന്റെ കാര്യം അവനാണ്. പിന്നെ ആദ്യഘട്ടത്തിൽ പടച്ചതുപോലെ എന്ന് പറഞ്ഞാൽ കാലിൽ ചെരുപ്പുണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, പിന്നെ അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. അതാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവരിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ജനങ്ങൾ വരും റസൂല് പറയാണ്, ഇന്നഹും യുഹ്ശറൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടും, ഹുഫാതൻ ഉറാതൻ ഗുർലാ, നഗ്നരായ രൂപത്തില്, പാദരക്ഷ ധരിക്കാത്ത രൂപത്തില്, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തില്. അങ്ങനെയുള്ള ആദ്യം വന്നത് ചില തഫ്സീറുകളിൽ കാണാം, ആദ്യം വന്ന പോലെ വരും എന്ന് പറഞ്ഞാല് അന്ന് നഗ്നരായി വരുന്നതാണ്. മാത്രമല്ല അതിൽ വേറൊരു പാഠം എന്താ വെച്ചാല്, ആദ്യം ഒരാൾ വരുമ്പോ ബാക്കിയുള്ളവനെ അവനെ ചെയ്യേണ്ടത് ഒരു കീറ കഷ്ണത്തിൽ അവനെ പോതി, അങ്ങനല്ല ആ കഷ്ണം എടുത്താണ് ഈ കഷ്ണം എടുത്താണ് ഈ കുട്ടി കാഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആര് ഘട്ടം ഇങ്ങനെ കാരണം അങ്ങോട്ട് ഒരു ഇതിലൊക്കെ ഇങ്ങനെ പൊയിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇന്നിപ്പോ അതിനൊക്കെ പല ഇതുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ ലാസ്റ്റ് അതേപോലെ കുറച്ചും കൂടി വൃത്തിയുള്ള തുണിയിൽ, ആകം മൂടുന്ന തുണിയിൽ, അങ്ങനെ അങ്ങനെ ആലോചിച്ചാലേ ആ പേറ്റിച്ചിന്റെ കയ്യിലൂടെ കുയ്യന്റെ കയ്യൊക്കെ ഇങ്ങനെ വരികയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം നമ്മൾ അവിടെ എവിടെ ഇങ്ങനെ നടക്കും. അവിടെ രാജാവും പ്രജയൊക്കെ കണക്കാണ്, അവിടെ പണ്ഡിതനും വാമരനും എല്ലാവരും ഒരുപോലെ അല്ലേ. ആ പേറ്റിച്ചിന്റെ കൈ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒന്നാണെങ്കിൽ ഏത് നഴ്സുമാരാണ് ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ഇനി ഭാവിയിൽ ഒരിങ്ങനെ ചിന്തിച്ചാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ആരെ കയ്യിലൂടെ വന്ന എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നു ഒരു ചേച്ചി മരിച്ചു, അമ്മ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുളിപ്പിച്ചിൻ്റെതായിരുന്നു വന്നു. അങ്ങനെ 27ാവിൻ്റെ അന്ന് പെരീക്കൊന്ന് വരും, അന്ന് അയ്യപ്പൊക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
അതേമാതിരി ഇടക്കൊന്ന് വരും. ആ വരുന്നത് എന്തിനാ വെച്ചാൽ അപ്പം അരക്കാൻ തേങ്ങ ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തേലും ഒന്ന് കിട്ടാൻ. അപ്പോൾ നമ്മളെല്ലാം പരിഗണിക്കും ചെയ്യും. ഒരു ഹൈന്ദവ സഹോദരിയാണ്, മണ്ണാത്തി അതിനാണ്, അത് ഒത്താച്ചി വേറെ മണ്ണ എന്നൊക്കെ അങ്ങനെയാണല്ലോ, ഒത്താച്ചി വേറെ മണ്ണാച്ചി വേറെ. ഒന്ന് ആൽബീസിന് ഒന്നായിട്ടൊരു വരി കൊണ്ടാക്കുകയാണ്, ഇപ്പോൾ ഒരു കേന്ദ്രത്തിൽ കൊണ്ടാക്കുകയാണ്. പിന്നെ ഫോണ്ടോൽക്കൊക്കെ പിന്നെ ഇങ്ങനെ ആളുകളെ ആകർഷിക്കാനേ. ഇനിയിപ്പോൾ പുതിയത് ഇപ്പം എന്താ പറയുക, നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് പുതിയാപ്പിളൊക്കെ അവിടെ നിൽക്കാനാണ്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളറിയാം അവിടെ തന്നെ മതിയിട്ട ബുക്ക് ചെയ്താലറിയും നിങ്ങൾ എരുത്തുണ്ടായൊരു സമാധാനമാണ് അറിയാം. ചിലർക്കുള്ള സമാധാനം പോകില്ല, പിന്നെ അവിടേക്ക് പോകില്ല, ആ ഭാഗത്തേക്ക് അതൊന്നും വേണ്ട അറിയാം. അങ്ങനെയുള്ള എല്ലാ കാര്യം ഇങ്ങനെ പുതുമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ അവരെ കൈകളിലൂടെ വന്നു, ആരാതൊന്നും അറിയില്ല, ആരാ അറിയില്ല. ഓലെടുത്ത് പാടിയാലും കാര്യങ്ങൾ പോയി കുട്ടീനെ അങ്ങോട്ടും മാറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ തീരെ അവഗണിക്കുന്ന കുയ്യന്റെ കയ്യിക്കാണ് അയാളേക്കാരൻ കുയ്യൊക്കെ ഇറങ്ങിയിരിക്കുക, അങ്ങോട്ട് തരികയാണ് അരക്ക കെട്ടുമ്പോൾ പിടിച്ചുകാണ്ട്. അതാണ് ഓലൊന്നും ഒരുമാതിരി ശരിയാക്കരുതെന്ന് പറയാൻ കാരണം. ഓല വല്ലാതെ ശല്യപ്പെടുത്തിയാണെങ്കിൽ അയാളെ മനസ്സിൽ ഇങ്ങനെ വരും, ഇവനെ പിന്നെ ഒന്ന് കുലുക്കൂട്ടുകാണ്ട് ഒന്ന് കുലുക്കും. ആലോചിച്ചോളി. അങ്ങനെ ഉണ്ടേ, വെറുതെ ഓലൊക്കെ സുയിപ്പാക്കും. ഏറ്റവും ചുരുങ്ങിയത് ഓല കല്യാണയിലൊന്നും മടക്കിയാലേ ഒരു സന്തോഷമുള്ളൂ. ഒരു വലിയ പണിയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ആദ്യഘട്ടത്തിൽ പടച്ച അതേ രൂപത്തിൽ നിങ്ങളെ രണ്ടാമത് മടക്കും എന്ന് പറഞ്ഞപ്പോ അതിൽ നിങ്ങൾ അത്ര പൊന്തട്ടോ അറിയിക്കാണ്. അപ്പൊ നിങ്ങൾ പൂർണ്ണ നഗ്നരായിട്ടും കാലിൽ ചെരുപ്പില്ലാത്ത രൂപത്തിലും ചേലാക്രമം ചെയ്യപ്പെടാത്ത രൂപത്തിലും വരുന്നു പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയെ അപ്പൊ പെണ്ണുങ്ങളെ ഔറത്ത് ആണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂലേന്ന് വെച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അതിന് മറുപടി കൊടുത്തു, യാ ആയിഷ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹ് ലാ യൻദുറു റിജാലു ഇലൻ നിസാ വലൻ നിസാഉ ഇലർ റിജാൽ ശുഗില ബഅ്ദുഹും മൻ ബഅ്ദ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയാണ്, ആയിഷ അന്ന് ഓരോരുത്തർക്കും മതിയത്തക്ക കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഒരു ആണും ഒരു പെണ്ണിന്റെ ഔറത്തിലേക്കോ ഒരു പെണ്ണും ഒരു ആണിന്റെ ഔറത്തിലേക്കോ അന്ന് നോക്കൂല. കാരണം അങ്ങനത്തെ ഒരു ടൈമല്ല, അതിന് മാത്രം ബേജാറായി തോന്നും. ഒന്നും വേണ്ട. ഇപ്പോ എന്തിന്റെ സീസണാ അറിയങ്ങള്? ആന മതമളകുന്നൊരു സീസണാണ് ഇപ്പോൾ. നേർച്ചകളിലൊക്കെ പാഠം പഠിക്കണില്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇങ്ങനെ കോഴിക്കോട് വഴി പോയപ്പോൾ എൻ്റെ ഒപ്പം 2-3 കുട്ടികളും കൂടിയുണ്ട്, സുഹൃത്തുക്കളും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പറയാം, നമ്മളെന്നാ വയനാടൊന്ന് കാണാറുണ്ട്, ജസ്റ്റ് ഒന്ന് പോകാം, നമുക്ക് അന്നൊന്ന് ചുരം കയറി വരാം, രസമുള്ളോ, കുറച്ചൊരു ഒഴിവ് കിട്ടിയപ്പോൾ. ചുരം കയറി അങ്ങനെ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ കടകളൊന്നും തുറന്നിട്ട് കാണുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വേണമെങ്കിൽ വ്യാപാരി വ്യവസായൻ്റെ വലിയ മീറ്റിംഗ് ഉണ്ടാവും ഈ കാരണം കരുതി എല്ലാ കടയും അടച്ചത്, ഏതായാലും മുന്നോട്ട് പോകാം. ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു KSRTC മാത്രം വരും, ഒരു കുട്ടി അങ്ങാടിയിലും ഇല്ല, ഒരു വണ്ടി വന്നില്ല. അപ്പോൾ ചെറിയൊരു ബേജാറ്. അപ്പോൾ ഞാൻ വെറുതെ മൊബൈൽ എടുത്തിട്ട് ഒന്ന് അടിച്ചു, വയനാട്. അതിലിങ്ങോട്ട് വന്നു, വയനാട്ട് സംഘർഷം, അവിടെ ഹർത്താലാണ്. ആന ഒരാളെ കൊന്നതിൻ്റെ പേരിൽ ഹർത്താലാണ്. ഞങ്ങൾ അന്തം വിട്ട് പോവുകയാണ്. അവസാനം നമ്മൾ അവിടുന്ന് തിരിച്ചു. ആനല്ലേക്കാരം ആൾക്കാരേക്കാരം ചിലപ്പോൾ ഉണ്ട്, അവിടെ ഹർത്താലാണേ, പറ്റൂലട്ടോ പറ്റൂലാന്നാണ് മുന്നിൽ തോന്നി. അവിടെ നമ്മൾ അന്തം വിട്ട് പോലെ അറിയില്ലല്ലോ. അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെ ആന കാട്ടാന ഇറങ്ങിയിട്ട് ചവിട്ടി കൊന്നതിന്റെ പേരിൽ അവിടെ ഭയങ്കര പ്രശ്നം, ജനങ്ങൾ ഒന്നായിട്ട് ഇറങ്ങിക്കുക, തീരുമാനം കാണണം. ഇവിടെ ഇതൊക്കെ കണ്ടിട്ടും ഉറൂസായിട്ടും എൻ്റെ പേരിലും നേർച്ചന്റെ പേരിലും പൂരത്തിന്റെ പേരിലും അങ്ങനെ ആനകൾ ചവിട്ടാണ്. ഞാൻ പറയുന്നത് എന്തറിയോ, ഇപ്പം അടുത്ത് ഒരു ആന ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ ഇളകിയിട്ട് അവിടെ ആളുകൾ ഓടുന്ന അതിന്റെ വീഡിയോ കണ്ടാല് അവിടെ ആരെങ്കിലും എടാ എൻ്റെ ഔറത്ത് ഒളിവാണ്ട് തുണി ചെരുക്കെടുക്കാന്ന് അറിയണ്ടോ? ഇല്ലല്ല, അവനാന്റെ തടി നോക്കി ഓടുകയുള്ള അവിടെ ആരെങ്കിലും ഔറത്ത് നോക്കണ്ട. അതിനാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഒരു ദുരന്തം വരുമ്പോ നമ്മളാരും വേറുള്ളവന്റെ ഔറത്തോ നോക്കാൻ നിൽക്കൂലപ്പോ അവനാന്റെ തടി നോക്കി രക്ഷപ്പെടാണ് അവിടെ. പിന്നെ മനുഷ്യറിയില്ല അവിടെ അത് നോക്കാൻ നേരം. സുനാമി ഉണ്ടായപ്പോൾ അങ്ങനെ ഓടിയത് പിന്നെ ദീപെന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു ഓർക്കുകയാണ്, ആളുകൾ രാത്രി വെള്ളം കെട്ട് കയറിയിട്ട് 25 കിലോമീറ്റർ ദൂരത്തേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്, കാർത്തിരണ്ട വെള്ളം അറിഞ്ഞുറഞ്ഞ് ഓടുകയാണ്. അയാൾ പറഞ്ഞെന്താ അറിയോ, സുന്നിമാലിൽ അടുത്ത ഒരാളെ അയാൾ പറയേണ്ടത് ചിലര് ബെഡ്ഷീറ്റ് എടുത്ത് കണ്ടൊക്കെയാണ് ഓടേണ്ടതെന്ന്, ഓർക്കത്തൊന്നും വണ്ടാണ് ഇതറിഞ്ഞാണ്ട് കിട്ടിയതും വലിച്ചിട്ട്. ചിലർ മേത്ത് ഒരു നൂലില്ല. എന്നാ അവരോട് വേറുള്ളവർ പറയണ്ട, നോക്കിച്ചോ ഒന്നും ഇടാതെ കേട്ടോ, മോശാട്ടോ, മോശം, ജീവൻ കിട്ടണ്ടേ.
അവിടെ ആർക്കും അതൊന്നും ചിന്തല്ല, അത്രക്കും ബേജാറായിട്ട്. ഇനി ഉരുൾപൊട്ടലുണ്ടാവുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നാ അപ്പം മഹേശ്വരിയിൽ പിന്നെ എങ്ങനെ അന്നത്തെ ബേജാറൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ നോക്കാൻ നേരം ഉണ്ടാവുമോ? ഒന്നും നേരം ഉണ്ടാവില്ല, ഒന്നും നേരം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഇസ്തിരി ഇടാതെ പുറത്തേക്ക് പോകാത്ത ഒരാളാന്ന് കൂട്ടിക്കോളി. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കിണറ്റിൽ വീണ് പെട്ടെന്ന് നിർത്തണം, ഹോസ്പിറ്റലിൽ കൊണ്ടാകുമ്പോൾ ഇസ്തിരി ഇട്ട് നോക്കും നമ്മള്. അന്ന് ഓർമ്മ നമ്മൾ എത്ര ഇട്ടുകണ്ടെന്ന് നമ്മളറിയില്ല, അതൊന്നും അപ്പൊ നോക്കൂല. ഒരു ദുരന്ത മുഖത്ത് എത്തിപ്പെട്ട അങ്ങനെ. എന്നാ പിന്നെ ഇവിടെ ആയിഷ റളിയല്ലാഹുഅൻഹയോട് പറയാണ്, നബി തങ്ങൾ പറയാണ്, ഓരോരുത്തർക്കും മതിയത്തക്ക കാര്യങ്ങൾ ഓരോരുത്തർക്കുണ്ട്. അവനാൻ ഇഷ്ടം പോലെ അവനാനുണ്ട്. അതാ ഫുറാദാന്ന് പറഞ്ഞാൽ തന്നെ വേറെ ഒന്നും നോക്കാൻ അവർക്ക് നേരം ഉണ്ടാവൂല. അതുകൊണ്ട് ഒരു പുരുഷൻ സ്ത്രീയിലേക്കോ സ്ത്രീ പുരുഷനിലേക്കോ നോക്കുകയില്ല. ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക, അവര് ആ രൂപത്തിലാണ് പോവുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അള്ളാഹു പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ അറിയോ? അപ്പോ വലഖദ് ജിതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. നിങ്ങൾ ഒറ്റക്ക് നമ്മുടെ അരികിലേക്ക്, ഒറ്റകളായിട്ട് നിങ്ങൾ നമ്മുടെ അരികിലേക്ക് തനിച്ചു വരും. നിങ്ങൾ കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യം നാം നിങ്ങളെ പടച്ച പോലെ. അതിൽ വേറെ വ്യാഖ്യാനമുണ്ട്. ഇപ്പോ മനുഷ്യന്മാര് ഒരാളിപ്പോ ഭൂമിക്ക് വരുന്ന സമയത്ത് ഓന് വലിയൊരു ഡോക്ടറോ എഞ്ചിനീയറോ പണ്ഡിതനോ മുതലാളിയോ രാജാവോ ഒന്നും ആയിട്ടല്ല, ഒരു സാധാരണായിട്ടാണ് ഓൻ വരുന്നത്. പിന്നെ ഓൻ അങ്ങനെ വളർന്നു, ഓന് ബുദ്ധി വന്നു, പ്രതിഭ വന്നു, ഓന് ഭയങ്കര ഇത് കൊടുത്തു. അങ്ങനെ ഓൻ ഒരുപാടുണ്ടാവും ഈ ദുനിയാവില് പലതുമായിട്ട്. അതൊന്നും ഇല്ലാതെയാണെങ്കിൽ നാളെ എന്ത് ചെയ്യാ വരിക? അതാണ് ഫുറാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഏതായിരുന്നാലും ആദ്യഘട്ടത്തിൽ നിങ്ങളെ പടച്ചതുപോലെ നമ്മൾ കൊണ്ടുവരും. വത്തറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. നാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും നിങ്ങൾ പിറകോട്ട് ഉപേക്ഷിച്ചു വരും. ശരിയല്ലേ? നമുക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെ അള്ളാഹു നൽകിയാലും, വീടും സൗകര്യങ്ങളും കാശും സ്വർണവും വെള്ളിയും രത്നങ്ങളും മുത്തുകളും എന്തൊക്കെ ഇവിടെ നമ്മുടെ അധീനതയിലുണ്ടോ അത് മുഴുവനും നിങ്ങൾ പിറകോട്ട് മാറ്റി തള്ളി മാറ്റിയിട്ടാട്ടോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, അന്നലിൽ ഇൻസാനി അഴുതാഉൻ അർബഅ. മനുഷ്യന് 4 ശത്രുക്കളുണ്ട് എന്നുള്ള, 4 ശത്രുക്കളുണ്ട്. എന്നിട്ട് പറയാണ്, ഹിയൽ മാലു വൽ അഖ്ലു വൽ ഔലാദു വൽ അസ്ദിഖാ. ഏതാണ് മനുഷ്യന്റെ 4 ശത്രുക്കൾ? 1 മുതല്, 2 കുടുംബം, 3 സന്താനങ്ങള്, 4 ചങ്ങാതിമാര്, ഉറ്റമിത്രങ്ങൾ. ഇതൊക്കെ നല്ലതിനാക്കി മാറ്റാൻ കഴിയണം എന്നാ പറയുന്നത്. നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ പിറകോട്ട് തള്ളി വരുമെന്ന ആയത്തിനാണ് ഈ വിശദീകരണം കൊടുക്കുന്നത്. അപ്പോ അള്ളാഹു നമുക്ക് ദുന്യാവിന്ന് നൽകുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ അഹ്ല്, നമ്മുടെ മാല്. അഹ്ലിൽ തന്നെ ഏറ്റവും അഹ്ല് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പ്രധാനമായിട്ട് ഔലാദാണ്. ഔലാദിനെ വേറെ എണ്ണുമ്പോൾ അതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് അറിയിക്കാനാണ്. അതുപോലെ അസ്തിഖാ, നമ്മളെ ഉറ്റമിത്രങ്ങൾ. എന്നാലോ ഇത് മുഴുവനും പിന്നെ നമുക്ക് ശത്രുക്കളാണ്. എന്നിട്ട് മഹാന്മാര് പറയാണ്, വഹിയലാ തദ്ഖുലു ഫിൽ ഖബർ. ഈ പറയപ്പെട്ട 4 നമുക്ക് വേണ്ടപ്പെട്ടതും ഒരിക്കലും നമ്മുടെ ഖബറിലേക്ക് പ്രവേശിക്കുകയില്ല. ഇതൊന്നും നമ്മളെ ഖബർക്ക് നമ്മളൊപ്പം ഉണ്ടാവൂല. ശരിയെന്നല്ലേ? അല്ലേ? ശരിയെന്നെയുള്ളോ? നമ്മൾ ചിലപ്പോൾ ഇപ്പൊ മയ്യത്ത് കട്ടിൽ നമ്മളൊപ്പം പോരും, അതിങ്ങോട്ടൊക്കെ തിരിച്ചു വരും. നമ്മളെ മക്കളും ബന്ധുക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും, ഒരെല്ലാത്തിനും ഉണ്ടാവും. ചിലപ്പോൾ നീതാങ്കല്ല് വെച്ച് ഉസ്താദ് തലക്കീം ചൊല്ലി കൊടുത്തതിന്റെ ശേഷം പിന്നെ ഓല അവിടെ കടന്ന് ഇങ്ങനെ തിരി 4 അതിനൊരു കണക്കുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒരു എത്ര ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാണെങ്കിലും വല്ലാതെ ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടക്കിടക്കൊന്ന് സിയാറത്തിന് വരും. അത് 6 മാസമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് അത്ര തന്നെ തീവ്രത ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും മരിക്കണ്ടേ? മറവി എന്ന ഒന്ന് അള്ളാഹു നമുക്ക് തന്നതുകൊണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയൂല. അങ്ങനെ ഉണ്ട്. ആക്സിഡന്റിൽ ഞാൻ അറിയുന്നൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ പിറ്റത്തെ വെള്ളിയാഴ്ച അവൻ്റെ സുഹൃത്തുക്കളെ വലിയൊരു പട കബറിഞ്ഞ് അടുത്ത ഉസ്താദിനോട് പറഞ്ഞു, ചിലപ്പോൾ കുട്ടികളൊക്കെ നന്നാകാൻ ഇതൊരു കാരണക്കാരൻ. അത് കുറച്ച് ആഴ്ചകൾ അങ്ങനെയാണ് മാഞ്ഞു പോയി. ഓല് പിന്നെ പഴയ പടി ഒന്ന് നടക്കുമ്പോൾ അടുത്ത് പിന്നെ അപകടമുണ്ടായി. ഈ ടോറസിന്റെ ഉള്ളിലേക്ക് കുട്ടികൾ അവിടെ ചായക്കട അടുത്തുണ്ട് ഒരാള്, അതുമായി ബന്ധപ്പെട്ട ആള് പറഞ്ഞു,
ആ കുട്ടികൾ ആണ്ട് പോണ്ടിനും പോണത് ചായയൊക്കെ കുടിച്ചിട്ട് ആ മോട്ടോർ സൈക്കിളിന്മേൽ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഈ സൈലൻസർ ഒച്ച ഉണ്ടാക്കേണ്ട രൂപത്തിലാണ് അന്നോ അവിടുന്ന് 4 പെട്ടക്കെട്ട് പഠിപ്പിച്ച് വരിക. അപ്പോൾ ആൾക്കാരിങ്ങനെ ചിരിച്ചു പറഞ്ഞു, കുട്ടികളൊക്കെ ഇപ്പം എങ്ങനെയാണെന്നുള്ള ആൾക്ക് അറിയോ? സെക്കൻഡുകളൊക്കെ കൊണ്ട് ആ കുട്ടികൾ തലച്ചോറ് ചതുരപ്പെടാൻ പോകുമെന്ന് അറിയില്ലല്ലോ. പടച്ചോനെ നമ്മളെ മക്കളെ കാക്കുമാറാവട്ടെ. പിന്നെ ചെറിയ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പോലീസൊന്നും പിടിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണെങ്കിൽ 3 കുട്ടികളൊക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ കുറേയൊക്കെ നടക്കാനുണ്ടാവും, അവർ അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണ്. കുതകളിക്കേണ്ട കുട്ടികളൊന്നുമല്ല, കുട്ടികളിപ്പോൾ ഒരു ഇതായിട്ടാണ് പോവുകയാണ്. മക്കള് എല്ലാവരും മോശമൊന്നുമല്ലല്ലോ. അള്ളാന്റെ കാവലല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ആലോചിക്കുകയാണ് എന്താ എത്ര നിമിഷം കൊണ്ടാണ്. അപ്പോൾ അത് കണ്ട കുട്ടികൾക്കൊക്കെ കുറേ പിന്നെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും, എന്ത് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലൊക്കെ പറയും ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഓൾക്ക് മനസ്സിൽ ഇങ്ങനെ വരും. പക്ഷെ മറക്കണം, അത് മെല്ലെ മെല്ലെ ഇങ്ങനെ മറക്കും. നേരെ മുന്നിലാണ് കണ്ടാലും നമ്മളത് മറന്നു പോവുകയാണ്. നമുക്ക് ഓരോ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് നിങ്ങൾ പിറകോട്ട് ഒഴിവാക്കിയിട്ട് പുറന്തള്ളിയിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതിന്റെ വ്യാഖ്യാനത്തിലാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് 4 ശത്രുക്കളുണ്ട്, ആ 4 ശത്രുക്കളും ഖബറിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ 4 ശത്രുക്കളാണ് ഈ പറയുന്നത്. ഒന്ന് മാലാണ്, നമുക്ക് അള്ളാഹു തരുന്ന മുതൽ എന്ന് പറഞ്ഞാൽ അത് 4 ഒക്കെ നമ്മളെ ശത്രുക്കളാണെന്നല്ല, അതിനാണ് കൂടുതൽ സാധ്യത. എന്നാൽ നേരെ മറിച്ചോ അതിൽ നിന്ന് നമ്മൾ നല്ല മാർഗത്തിലേക്ക് ചെലവഴിക്കുകയാണെങ്കിലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അത് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബഅ്സാഇന്റെ സമയത്തും ലറാഇന്റെ സമയത്തും എന്നാണ്. പിന്നെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമുക്ക് സന്തോഷം ഉണ്ടാവുമ്പോഴും സന്താപം ഉണ്ടാവുമ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെലവാക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അവിടെ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാതെ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ ഇത് എല്ലാം ശത്രുക്കളാണെന്ന് കരുതരുത്. ഞാൻ അതിന് നിങ്ങൾക്കൊരു ആയത്ത് ചോദിക്കാം. മുഅ്മിനീങ്ങളുടെ അടയാളം മുത്തഖീങ്ങൾ ആരാണെന്നുള്ളത് സൂറത്തു ആലു ഇമ്രാനിലെ 134-ാം ആയത്തിൽ പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ ഉഇദ്ദത്തിൽ മുത്തഖീ എന്ന് പറയുന്നുണ്ട്. മുത്തഖീങ്ങൾക്ക് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയണ ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന, മുത്തഖീങ്ങൾ ഒരു വിഭാഗമാണ്, യുൻഫിഖൂന അവർ ചെലവഴിക്കും, ഫിസ്സറാഇ വല്ലറാഇ സന്തോഷഘട്ടങ്ങളിലും സന്താപഘട്ടങ്ങളിലും ഓലെന്തെയും ചെലവഴിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല സന്തോഷമൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു കുട്ടി ഉണ്ടായി, ഒരു പുതിയ ജോലി കിട്ടി, അവൻ നല്ല മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് കരുതിയിട്ട്. അതേപോലെ നമുക്ക് സങ്കടം ഉണ്ടാവുമ്പോഴും വേണം. അങ്ങനെയുണ്ടല്ലോ, മരണം കാര്യങ്ങൾ വരുമ്പോൾ, ദുരന്തം ഉണ്ടാവുമ്പോൾ എല്ലാ ഘട്ടത്തിലും വേണമെന്നാണ്. പിന്നെ വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യം ഓലും ഒതുക്കും, വൽ ആഫീന അനിന്നാസ് ജനങ്ങൾക്ക് പോലും മാപ്പ് ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ എന്ന് പറയാ. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ മാല് അങ്ങനെ. അപ്പൊ നല്ലതിന് പിന്നെ പറയുന്നത് അഹ്ലാണ്. അഹ്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യ, മക്കള്, അതുപോലെ തന്നെ മാതാപിതാക്കള്, നമ്മളെ കുടുംബം മൊത്തത്തിൽ വെട്ട്. അഹ്ല് നമ്മളെ ശത്രുക്കളാണെന്ന് പറയാൻ കാരണം എന്താ? നമ്മളെ ചിലപ്പോൾ നമ്മളെ തെറ്റിലേക്ക് ക്ഷണിക്കുന്നത് ആരേകാരം? നമ്മളെ അഹ്ലേകാരം. അതിപ്പോ നിങ്ങളിപ്പോ ഇത്ര സൂഫിയാവൊന്നും വേണ്ട, നിങ്ങളിപ്പോ പള്ളിയൊക്കെ നിസ്കരിച്ചാൻ പോയതാണ് ഇപ്പൊ ഇടങ്ങാറായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഒരു ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇവരിങ്ങനെ പറഞ്ഞ് തിരിപ്പിക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പറ്റൂല, എന്തും നിങ്ങളോട് പറഞ്ഞാൽ അപ്പം നിങ്ങളും ഇങ്ങോട്ട് വലിയ മുസാഫിന്റെ നടുവാവും. കുറച്ചൊക്കെ മനുഷ്യന് ജീവിക്കേണ്ട ഒരു ഫ്രീഡം വേണ്ടെന്നൊക്കെ പറയും ഇവര് നമ്മളോട്. ശത്രുക്കളാകാണ്. എത്രയോ ആൾക്കാർ അങ്ങനെ കുടുങ്ങണ്ടോലുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോ നമ്മളതിന് നല്ല കാര്യങ്ങൾ ഒഴിവാക്കരുത്, തെറ്റിന് കൂട്ടുക്കും ചെയ്യരുത്. അപ്പോഴാണ് ഈ ശത്രുക്കളാകുക. അപ്പൊ അഹ്ല് പിന്നെ പറയുന്നത് ഹദീസിൽ പറയുന്നത് ഔലാദാണ്. അഹ്ല് പറഞ്ഞിട്ട് ഔലാദിനെ പറ്റി പറയുമ്പോൾ തന്നെ അത് പ്രധാനപ്പെട്ടതാണ്.
ഔലാദ് നമ്മളെ മക്കള് പറയേണ്ട ആവശ്യമില്ലല്ലോ. സന്താനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തില് ഓലിങ്ങനെ അത് വേണം ഇത് വേണം പലതും ചോദിക്കൂട്ടോ. അപ്പോഴൊക്കെ എന്ത് ചെയ്യാ, നല്ലതിനൊക്കെ നമുക്ക് കൊടുക്കാം, അൽഹംദുലില്ലാ. പറ്റാവുന്നതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, പറ്റാത്തത് നമ്മൾ എന്ത് ചെയ്യണ്ട, സമ്മതിക്കണ്ട എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഗൾഫില് ഭർത്താക്കന്മാരുള്ള സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കാം. സോപ്പിട്ട് ചോദിക്കും, പാപ്പ ഗൾഫിൽ നിന്ന് പൈസ വന്നാണെങ്കിലേ ഉമ്മ പൈസ വന്നില്ലേ, അന്നൊരു പ്രത്യേക സോപ്പിടലേ കാരണം. എന്താ മങ്ങളെ ചേര് പറ്റേക്കുള്ളൂ എന്നൊക്കെ പറയും. മന ചേര് ഇപ്പൊ 2 ദിവസമായിട്ട് ഉഷാറായിക്കേ കാരണം സോം മന കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അവൻ എല്ലാം ഒന്ന് തോണ്ടും. അതുകൊണ്ടല്ലേ അതാണ് പൈസ. പിന്നെ ഇവൽക്കത് കിട്ടാതായാലേ, ഇത് ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാലേ പിന്നെ കിട്ടാനുള്ള എല്ലാ വഴിയും സ്വീകരിക്കും, എല്ലാ വഴിയും സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് ഔലാദ് ശത്രുക്കളാകരുത്. നമ്മൾ ഈ ശത്രുക്കളെ വളർത്തുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. തിന്നാൻ കൊടുത്ത കൈകൾ വെട്ടിമാറ്റുന്നൊരവസ്ഥ, ഗർഭം ചുമന്ന അതേ വയറ്റിലേക്ക് കടാര താഴ്ത്തുന്നൊരവസ്ഥ, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. എത്ര തീരാവ കുട്ടികളെ നോക്കി വളർത്തേണ്ട, അവസാനം ആ കൊടുത്തില്ലെങ്കിൽ ലാസ്റ്റ് കുട്ടികളെ അവസ്ഥ എങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ വലിയൊരു സംഭവമായിട്ട് കരുതുന്നത് അസ്തിഖ ആണ്, നമ്മുടെ സുഹൃത്തുക്കൾ. എല്ലാവർക്കും ഉണ്ടാവും സുഹൃത്തുക്കൾ, നല്ലൊരു ബന്ധം വേണമെന്നുള്ളതാണ്. പക്ഷെ ആ സുഹൃത്തുക്കൾക്ക് നമ്മളെ നന്മ അങ്ങോട്ട് കൊടുക്കാൻ കഴിയണം. അവരെ തിന്മ ഒരിക്കലും അവരിൽ നിന്ന് ഇങ്ങോട്ട് പകരാൻ പാടില്ല. കൂട്ടുകെട്ട് നന്നായാൽ മതി. ഇപ്പം ഞാൻ അറിയുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കുട്ടികള് പല ക്ലാസ്സുകളിലും അവർക്ക് കാര്യമായിട്ട് പഠിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ലെങ്കിലും ഖുർആൻ ക്ലാസ്സിന് വന്നതിന് ശേഷം ഭയങ്കര മാറ്റം, നല്ല ടീമുണ്ട് ഓരോ സ്ഥലത്തും. അത് നമുക്ക് ഭയങ്കര സന്തോഷം പകരുന്നൊരു കാഴ്ചയാണ്. അത് പിന്നെ ഓരോ വാപ്പാരൊക്കെ ഇങ്ങനെ നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ സന്തോഷം വരിക. അതിങ്ങനെ പറയേ, ഓനെ മോശയിനോ ഓന് സോന മറ്റവന് ക്ലാസ്സിന് പിടിച്ചോടുന്ന കണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ നല്ല റാഹത്താണ്. ഒരുപാട് കുട്ടികളങ്ങനെ അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന കുട്ടികളുണ്ട്. അവിടെ നമ്മൾ വിജയിക്കുക. ഇനിയിപ്പോൾ ഞങ്ങളോടും പറയാൻ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും, ദീനിനോട് ചിലപ്പോൾ കാര്യമായ ബന്ധങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ നന്മ അവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ പോലെ നമ്മൾ എങ്ങനെയൊക്കെ എത്തിക്കാൻ കഴിഞ്ഞ് പടച്ചോന്റെ അടുത്താണ് കാര്യങ്ങളൊക്കെ. നമ്മൾ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങൾ വരിക. ഇപ്പൊ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു യഖ്ലുഖു മാ യശാ വയഖ്താർ. അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിച്ച പോലെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, നമ്മളിപ്പോ ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അള്ളാഹ് തെരഞ്ഞെടുക്കുന്നതാണ്. എങ്ങനായിട്ട് അള്ളാഹു യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അള്ളാഹ് ഉദ്ദേശിച്ചത് ഓന് സൃഷ്ടിക്കും, അള്ളാഹ് ഉദ്ദേശിച്ച പോലെ ഓന് സെലക്ഷൻ നടത്തും. ആ ആയത്ത് ഇറങ്ങാൻ കാരണം അബൂജഹൽ പറഞ്ഞാണ്. എന്താ അബൂജഹൽ പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞത് പിന്നെ ഇയാളായിരുന്നില്ല പ്രവാചകനാകേണ്ടിയിരുന്നത്, കാരണം ഇയാൾക്ക് മുതലില്ല. ഇയാൾക്ക് മുതലില്ലാത്തതുകൊണ്ട് ഇയാളായിരുന്നില്ല പ്രവാചകനാകേണ്ടിയിരുന്നത്. അപ്പൊ അതിനുള്ള മറുപടി കൊടുക്കുക, അത് നമ്മൾ തെരഞ്ഞെടുത്തോണ്ട് സെലക്ഷൻ നമ്മളെ അടുത്തുണ്ട്, നിങ്ങൾക്ക് അതിൽ യാതൊരു അവകാശമില്ല. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറയാണ്, ഒരാൾക്ക് തെരഞ്ഞെടുക്കാൻ പൂർണ്ണ അധികാരം അള്ളാഹ് കൊടുത്തിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആസറിനെ തെരഞ്ഞെടുക്കുമായിരുന്നോ? എന്റെ വാപ്പ നന്നായിക്കോട്ടെ. അങ്ങനെ ഒരു കോട്ട ഉണ്ടെങ്കിൽ ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹ് കൊടുക്കണമല്ലോ, നമ്മൾ വഴി കാണിക്കാമല്ലോ. കൊടുക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ മഹാന്മാർ വിശദീകരിക്കാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്രാഹിം നബി ആർക്ക് കൊടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന് കൊടുക്കുമായിരുന്നു, ആസിയ റളിയല്ലാഹു അൻഹ ഫിർഔനിന് കൊടുക്കുമായിരുന്നു. അതുപോലെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കൻആൻ എന്ന മകന് കൊടുക്കുമായിരുന്നു. തന്റെ ഭാര്യയുടെ കാര്യത്തിൽ അത് ഉപയോഗിക്കുമായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയുടെ കാര്യത്തിൽ അത് ഉപയോഗിക്കുമായിരുന്നു. അതില്ല. അപ്പൊ അത് പടച്ചോൻ ചെയ്യുന്നൊരു കാര്യം, നമ്മളെ ഏൽപ്പിച്ച കാര്യം നമുക്ക് അതിനുള്ളൊരു സ്വാധീനം നൽകിയിട്ടുണ്ട്, ആ കാര്യം നമ്മൾ ചെയ്യാം. അതാണ്. അപ്പൊ ഈ സുഹൃത്തുക്കളുടെ കാര്യത്തിലൊക്കെ നമ്മുടെ നന്മകൾ അവനിക്ക് പറയാം. നിസ്കരിക്കാത്ത ഒരുത്തുണ്ടെങ്കിൽ ഓനെങ്ങനെയും നിസ്കരിപ്പിക്കാനുള്ള വഴി നമ്മൾ നോക്കണം. അതല്ലാതെ നമ്മൾ നിസ്കരിച്ചിരുന്നു പിന്നെ ഓൻ്റെ ഒപ്പം കൂടി നോക്കുമ്പോൾ നമ്മളൊരു ശ്രദ്ധ ഇല്ലാതായി. അങ്ങനെ ആകരുത്.
അങ്ങനെ നേരെ മറിച്ച് വന്നാലാണ് ഈ ശത്രുക്കളാകുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയാം, വഹിയലാ തദ്ഖുലു ഫിൽ ഖബർ മഅൽ മയ്യിത്ത്. ഒരു മയ്യത്തിനോട് കൂടെ ഒരിക്കലും ഈ പറയപ്പെട്ട ഒന്നും ഖബറിലുണ്ടാവൂല. അതുകൊണ്ടാണ് പറയുന്നത് ഫയബ്ഖാ ഫരീദൻ വഹീദാ, അവന് ഒറ്റക്കായി, ഏകനായി, തനിച്ചായി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. മുതലൊരുപാടുണ്ട്, പക്ഷെ ഖബർക്ക് നമ്മളിത് കൊണ്ടുപോകണില്ല. നാളെ വരുമ്പോഴും ഇതൊന്നുമില്ല. ആധാരൊക്കെ പാടെ ചുറ്റിയിട്ട് കൈ പിടിച്ചാൽ വരണ്ടേ? ആ ATM കാർഡായിട്ടാണോ വരണ്ടേ? വലിച്ചാൻ കുത്തിയെടുക്കാൻ അല്ലല്ലോ, ഒന്നുമില്ലാതെയാണ് വരേണ്ടത്. ഇവിടെ വലിയ മക്കളൊക്കെ ഉണ്ടായിരുന്നു, കുറെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ചില ആൾക്കാർക്ക് പേടിച്ചാനൊന്നും ഇല്ലാന്നറിയാം അല്ലേ? എന്നോടൊരാളങ്ങനെ പറഞ്ഞു, ഒരു പരിപാടിക്ക് വന്നിട്ട് സ്റ്റേജ് വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കിവിടെ പേടിച്ചല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടികളും ഒരുമിച്ച് കൂടിയാൽ തന്നെ ഒരു പടയി കാരണം. പക്ഷെ മൂപ്പരാണെങ്കിൽ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ പേരിലാണ് ചോറിട്ടോ, കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ അത് കേട്ടിരിക്കുന്ന വേണം. പിന്നെ ഒരുടെ ചോറ് പറഞ്ഞാണ് അവരിങ്ങനെ പറഞ്ഞിട്ടറിയാം, എമ്മാതിരി കത്തി അറിയാം. അങ്ങനെ കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട്, ഈ പരിപാടി നടക്കേണ്ട പ്രസംഗം കഴിഞ്ഞിട്ട് അവിടുന്ന് നടക്കാനുള്ള പരിക്ക് ആ പോണ്ട പോക്കിൽ മൂപ്പരിങ്ങനെ പറഞ്ഞു, ആ ബിൽഡിങ് നമ്മളിതാണ്. ഇവിടെ ഇന്ന എല്ലാവർക്കും പേടിയാ. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാന്നപ്പോ ഉസ്താദേ എന്നൊക്കെ വിളിച്ചാണ് ഇയാളെ, നിങ്ങൾ ശ്രദ്ധിക്കണില്ലാന്ന്. എനിക്ക് ചെറിയ വരാ എന്തോ ഒരു വർത്താനം അറിയങ്ങള്. ഇവിടെ ഇപ്പൊ എന്റെ കുട്ടികളും എന്റെ പേരക്കുട്ടികളും കൂടിയാൽ തന്നെ കണ്ണമാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങനെ പറയാം. വയസ്സായ ആൾക്കാരാകുമ്പോ ചിലത് നമ്മളങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഞാൻ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ എന്നുള്ള എല്ലായിടത്തും നമ്മൾ പറഞ്ഞാൽ അത് സുഖം കിട്ടില്ല. നല്ലതിനാണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്താണ്. കുട്ടികളൊക്കെ ദീനിയായിട്ടൊക്കെ ആണെങ്കിൽ റാഹത്താണ്. അല്ലെങ്കിലോ ഒരു കാര്യമില്ല. ഇവിടെ കൊണ്ട് അതൊന്നും നമുക്ക് നാളെ ഉപകാരപ്പെടില്ല. നല്ലൽക്കാണെങ്കിലോ അള്ളാഹു വല്ലിപ്പ മരിച്ചാൽ ഈ കുട്ടികളെല്ലാവരും ഓരോ യാസീനോദിയാൽ തന്നെ ഭയങ്കര മെച്ചേകാരം. അതുകൊണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇനി യഥാർത്ഥ സുഹൃത്തുക്കള് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ 4 എണ്ണമാകുന്നു. അതും കൂടി പറയാം. അതേതാ നിങ്ങള് അത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടവും. നമ്മൾ കരുതിയ സുഹൃത്തുക്കളല്ല. യഥാർത്ഥ സുഹൃത്തുക്കൾ 4 എണ്ണമാണ്. ഒന്നാമത്തത് കലിമത്തു ഷഹാദ. ഖബറിൽ നമ്മളെ കൂട്ടുകാരെ പറ്റിയാണ് പറയേണ്ടത്. ഈ 4 എണ്ണം നമ്മളെ കൂട്ടുകാര് ഖബറിൽ നമ്മളൊപ്പം ഉണ്ടാവൂല. അതേസമയത്തോ ഖബറിൽ നമ്മളെ കൂടെ ഉള്ളത് ഒന്നാമത്തത് കലിമത്തു ഷഹാദ, രണ്ടാമത്തത് സ്വലാത്ത് അതായത് നിസ്കാരം, മൂന്നാമത്തത് സൗം, നാലാമത്തത് ദിക്റുല്ലാഹ്. ഈ 4 എണ്ണാണ് നമുക്ക് ഖബറിൽ കൂട്ടുകാർ. എന്നിട്ട് പറയാ വഹിയ തദ്ഖുലു ഫിൽ ഖബർ. ഈ പറയപ്പെട്ടത് അവനോട് കൂടെ ഖബറിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഒറ്റക്കല്ല, അവന്റെ കൂടെ ഉള്ള എന്താണ്? കലിമത്തു ഷഹാദ, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ വിശ്വാസമുള്ളവരാണ്, ചെറുപ്പത്തിലേ അത് പഠിച്ചു വന്നവരാണ് നമ്മള്. അതിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാകണം അവനിൽ നിന്നുണ്ടാകേണ്ടത്. കലിമത്തു ഷഹാദ. രണ്ടാമത്തത് 5 നേരത്തെ നിസ്കാരമാണ്. ബാക്കിയൊക്കെ അതിന്റെ പരിധിയിൽ വരും. നിസ്കാരം 5 വക്ത് ഉണ്ടെങ്കിൽ അപ്പൊ അത് ശരിയാകാൻ ആവശ്യമായ അതിന്റെ പല കാര്യങ്ങളും, അതാണ് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ. അതിൽ വലിയ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടാനാണ് മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അതിൽ വലിയ ന്യൂനത വന്നാൽ അതും പരിഹരിക്കപ്പെടാനാണ് ഏത്? ദാനധർമ്മങ്ങൾ. ഇനി പ്രശ്നം വേറൊന്നുമില്ല. ഫർദ് നിസ്കാരത്തിൽ പോരായ്മ വന്നാൽ റവാത്തിബ് കൊണ്ട് പരിഹരിക്കപ്പെടും. റവാത്തിബ് നിസ്കാരത്തിലുള്ള പോരായ്മയോ അത് ളുഹ, തഹജ്ജുദ്, വിത്ർ അങ്ങനത്തെ നിസ്കാരം കൊണ്ട്. അതിന് വരുന്ന കുറവുകളോ അതിലുണ്ടാവില്ല കുറവ്. രാത്രി 1 മണിക്ക് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാണ്, അപ്പോഴത് നായിന്റെ കൊരയിട്ട് നായന്റെ. അപ്പൊ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിലും ആ നായപ്പ എവിടെ കാരണം അപ്പൊ മറ്റന്റെ വളർത്തുന്ന നായറ്റയാണോ? അപ്പൊ അതാവൂല. ഒച്ച കേട്ടിട്ട് മാതിരി ഗവേഷണകാരം എന്നറിയോ? അതൊരു പോരായ്മയാണോ? ഒരു പോരായ്മയാണ്. ളുഹ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയേക്ക് കയറിയാണ്, കടിയിൽ ജോലിയാണ്, 9 മണിക്ക് 2:30 നിസ്കരിക്കാൻ. അവളെ വണ്ടി ഹോൺ അടിച്ച്. അപ്പൊ പിന്നെ ഇങ്ങനെ ഗവേഷണം, ആ ഓണിപ്പോ നിരോധിക്കപ്പെട്ടാണോ അല്ലേ? കാറാണോ അല്ലേ? പിന്നെ വാസന വരെ നമ്മൾ ഗവേഷണം ചെയ്യും. പുകക്കോയിൽ ഇപ്പൊ അടുത്തൊന്നും പരിശോധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഓനൊക്കെ പോലീസ് പിടിച്ചാൽ എന്തിനാ നല്ലത്? ഇങ്ങനെ അതൊക്കെ ന്യൂനതയുള്ളൂ. അത് പൊറുക്കപ്പെടാനുള്ള വഴിയാണ് ദാനധർമ്മങ്ങൾ.
അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് നമ്മൾ മുന്നിൽ കൂടി ഒരു ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ടു. ചിലർ ആ നേരത്താണ് ഉറങ്ങും, ചിലർ പിന്നൊന്നും കയ്യിൽ കൊണ്ടുപോകാതെ പോകും. എന്നാൽ പിന്നെ അന്നോട്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പല അടവും കാട്ടും. അപ്പം അങ്ങനെയല്ല, അതൊക്കെ നമുക്കൊരു അവസരമാണെന്ന് കരുതിയാൽ മതി. അവസരം. പിന്നെ ജമ്മു കാശ്മീരിലെ പൂഞ്ച് എന്ന സ്ഥലത്തു നിന്നൊരു സഹോദരനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമേൻ്റെ തൊട്ടുമുമ്പ് ഓടി കയറി നമ്മൾ റൂമിൽ കൂടെ വന്നു. ഞാൻ ഖുത്ബ പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നമുക്കിത് തുടങ്ങണമല്ലോ. കാരണം അപ്പോഴാണ് ഇയാൾ വരേണ്ടത്. അപ്പോൾ ഇയാളെ കയ്യിൽ ഒരു ഇതുണ്ട്, പള്ളീൻ്റെ ഫോട്ടോ ഉണ്ട്, ഒക്കെ ഉണ്ട്. അള്ളാഹു ആലം. അപ്പോൾ അയാളവിടെ 2000-ഓളം ആൾക്കാരുണ്ട്, പള്ളിയില്ല, പള്ളിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, പൈസ ഇല്ലായിട്ട് വന്നതാണ് സംഭവം. ത്യാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വേറൊരു വിരുവുണ്ടായിരുന്നു. ഇപ്പം ഈ ആഴ്ച ജമ്മു കാശ്മീർക്ക് വിരു പറഞ്ഞ ആൾക്കാരെന്താ കരുതുക, മോരിയെ കൊണ്ട് കുടുങ്ങിയല്ലോ. നമ്മളാണെങ്കിൽ എത്രയോ കാട്ടതിൻ്റെ അടിയിൽ. ഞാൻ എപ്പോഴും പറയല എന്താ പറയുക, നിങ്ങൾക്കൊരു നല്ലൊരു അവസരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങലാണ്, പോസിറ്റീവായിട്ട് കാണുക. അങ്ങനെ കരുതിയാൽ മതി നമ്മൾ കേട്ടോ. ഇനി ചുമക്കൊക്കെ വലിയ പിരിവുകളൊക്കെ ഉണ്ട്. പിരിവെല്ലാം കരുതി കൊടുക്കും വേണം, തട്ടിപ്പുകളെല്ലാം വരുന്നുണ്ട്. ആവശ്യമുള്ള നമ്മൾ എന്ത് ചെയ്യണം, എന്നാലത് നമുക്ക് ഒരു വരുമാനമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും സ്വലാത്ത് അത് നമ്മളെ കവറിൽ നമ്മളെ കൂട്ടുകാരനാണ്. മൂന്നാമത് പറയുന്നത് സൗം, നോമ്പ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയും കൂടി നമുക്ക് ചായ കുടിച്ചാൽ അല്ലേ, പിറ്റത്തെ ആഴ്ച റമദാനക്കാവും ഇൻഷാല്ലാ. എത്ര പെട്ടെന്നാണ് വരുന്നത്, ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. ശഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ വേഗത്തിൽ ഇങ്ങോട്ട് താഴോട്ടാണ്. ഇപ്പൊ റമദാൻ വരുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഇതുണ്ടാവും, മഴക്ക് സാധ്യതയില്ല, ചൂട് ഓവറാവോ എന്നൊക്കെ ഉള്ളൊരു വേജാറുണ്ടായി. ഇത് പെട്ടെന്ന് കഴിയും. ഓരോ എന്നിപ്പോ നമ്മളെ കാർഡ് നമ്മൾ കൊടുത്ത് ആലോചിച്ച് നോക്കി, നമ്മളെ ഐഡിയ ഒക്കെ വിതരണം ചെയ്തില്ല നമ്മൾ. എത്ര ആയിപ്പോ, എന്നര കഴിഞ്ഞാൽ തോന്നുകയെ. ഇതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി, വളരെ വേഗത്തിൽ സമയം പോവുകയാണ്. അപ്പൊ ഈ പറയപ്പെട്ട സൗമ് അൽഹംദുലില്ലാ, പിന്നെ സുന്നത്തോമ്പുകളല്ലേ, അത് ഇടക്കിടക്ക് വരും. പവർ കൂടിയതും പവർ കുറഞ്ഞതൊക്കെ ഉണ്ടാവും. ഇന്ന് വെറൈറ്റി തന്നെ എന്നോട് ചോദിച്ചത് ബറാത്ത് നോമ്പിന് അടിസ്ഥാനം ഉണ്ടോന്നാണ്. ഇന്നലെ നോറ്റ നോമ്പാണ് ബറാത്ത് നോമ്പ്, അടിസ്ഥാനമുള്ള നോമ്പ് തന്നെയാണ് ബറാത്ത് നോമ്പ്. പിന്നെ ചിലതിന് ഭയങ്കര കൂലി ഉണ്ടാവും, ചിലതിന് അത്ര തന്നെ ഉണ്ടാവില്ല. അതെല്ലാം അങ്ങനെ തന്നെയല്ലേ. സുന്നത്ത് നിസ്കാരം എല്ലാം ഒരേ പവറല്ലല്ലോ. സുബൈൻ്റെ ഉള്ള ഉണ്ടാക്കി അതിന് വലിയ പവറുണ്ട്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പവറുണ്ട്. പ്രവാചകന്മാരും അങ്ങനെയല്ല, ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനമുണ്ട്. എന്നപോലെ അറഫ നോമ്പിന്റെ അത്ര പ്രത്യേകത, മുഹറം 10 അത്ര പ്രത്യേകത ബറാത്ത് നോമ്പിനുണ്ട് നമ്മളാരും പറയണില്ല. പക്ഷെ ബറാത്ത് നോമ്പ് അങ്ങനെ ഒരു നോമ്പ് ഇല്ല എന്ന് പറയാൻ പറ്റുക. ഇവിടെ തൊട്ടടുത്തൊരു പള്ളിക്ക് അങ്ങനെ ഉസ്താദ് പറഞ്ഞു കുറെ ആൾക്കാർ നോമ്പ് നോറ്റില്ല. എനിക്ക് വിളിയോട് വിളി, നിങ്ങൾ ക്ലാസ്സിൽ പറയണം എന്നാണ്. ഏതൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം അറിയാണ്ട് പറയാൻ പാടില്ല. സത്യവിശ്വാസികൾ ചെയ്യുന്ന ഒരു ഇബാദത്ത് എന്തുകൊണ്ടാണ് നിരാക്ഷേപം, വലിയ വലിയ പണ്ഡിതന്മാര് ഇമാമിയങ്ങൾ എന്തുകൊണ്ടാണ് അത് അനുഷ്ഠിക്കുന്നത് നോക്കണ്ടേ. പിന്നെ ഇപ്പൊ സാധാരണക്കാരൻ വരെ നമ്മൾ ചോദിക്കണ ഹദീസ് ലഈഫല്ലേ, രസം. ഈ ലഈഫ് പറഞ്ഞാൽ നമ്മൾ തള്ളപ്പഴയണ്ടെന്ന് കരുതിയിട്ടാണ് ഈ പ്രശ്നം. ലഈഫ് പറഞ്ഞാൽ ഇത് ഒരു ഹദീസ് അള്ളാഹുവിന്റെ തിരുദൂതരിൽ നിന്ന് ഉദ്ധരിക്കുമ്പോഴേ, ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിങ്ങനെ ഒരു സഹാബി പറഞ്ഞു, അത് മറ്റേ ആൾക്ക് കിട്ടി, അതിങ്ങനെ കിട്ടിയിട്ടാണ് നമ്മൾ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ഈ പരമ്പരയിൽ ഒരാളിൽ എന്തെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ അയാളും അതിലുണ്ടായല്ലോ എന്നുള്ള നിലക്ക് ആ ഹദീസിന് ബലം കുറഞ്ഞു വരികയാണ്. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സ്വീകരിക്കുമ്പോൾ അയാളുടെ കളവ് കൂട്ടിയോ എന്നുള്ളൊരു അത്രേ ഉള്ളൂ. ഫൈലൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ആവും. ലഈഫ് എന്ന തള്ളണ്ടല്ലോ, ഇമാം നബവി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഫളായിലുകൾ, ഓരോ കാര്യത്തിന്റെ മഹത്വം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ലഈഫ് മതി. ഇതൊന്നും ഇപ്പൊ സാധാരണക്കാരൻ മുന്നിലുണ്ടൊരു വിഷയമല്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഒക്കെ പറയുമ്പോൾ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ തൊള്ളിന്ന് വീണ ഇന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ഏതെങ്കിലും സത്യവിശ്വാസികൾ ചെയ്യേണ്ട ഒരു കർമ്മം ചെയ്യാതിരുന്നാൽ എന്തിനാ പാപം നമ്മൾ ചുമക്കേണ്ടത്, ഒഴിവാക്കണ്ടല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ ഓരോ കാര്യം. അപ്പൊ നോമ്പ് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രമല്ല, ശഅബാൻ 15 പറഞ്ഞാൽ 15ന്റെ നോമ്പ് നമുക്ക് അല്ലെങ്കിലും സുന്നത്താ. എല്ലാ മാസം ദുൽഹിജ്ജ മാസത്തിലല്ലാത്ത എല്ലാ മാസത്തിലും 13, 14, 15 സുന്നത്താ. ദുൽഹിജ്ജയിൽ 13 നോൽക്കാൻ പാടില്ല.
കാരണം 10, 11, 12, 13 അയ്യാമു തശ്രീഖാണ് നോമ്പ്. ദുൽഹിജ്ജയിൽ മാത്രം അന്ന് നോമ്പ് ഹറാമാണ്. ആ 13ന്റെ നോമ്പ് ദുൽഹിജ്ജയിൽ, പിന്നെ 16 നോൽക്കൽ സുന്നത്തുണ്ട്. അപ്പൊ നമ്മളിപ്പോ ശഅബാൻ മാസത്തിലെ 15ന്റെ അന്ന് അയ്യാമുൽ ബീദിന്റെ 15 കരുതിയാൽ മതി, മറ്റീൻ്റെ കരുതിയാൽ മതി, ബറാത്തും കൂടി കരുതിയാൽ മതി. മനുഷ്യന്മാർക്ക് കിട്ടേണ്ട കൂലി നമ്മൾ എന്തിനു തടയണം? നമുക്ക് ഇനി നോൽക്കാത്തല്ലോ നോൽക്കണ്ട. പിന്നെ ആൾക്കാർക്ക് എന്താ അറിയങ്ങള്, പിന്നെ ഉസ്താദ് അങ്ങനെ നോമ്പ് സുന്നത്തില്ലട്ടോന്ന് കേട്ടോലെ കേട്ടാൽ മതിയാവും, നോൽമ്പ് ഒഴിവാക്കും. എടുക്കണ്ട എത്ര പറഞ്ഞാലും എടുക്കൂല. ഒഴിവാക്കേണ്ടത് എങ്ങനെയും തുമ്പിട്ടിയാൽ മതി. ആൾക്കാർക്ക് എല്ലാവർക്കും ഒഴിവാക്കാനുള്ള താല്പര്യമാണ്. അങ്ങനെ ഇവിടെ അടുത്തൊരു പള്ളിക്ക് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ആകെ ശ്രദ്ധിക്കണ്ടല്ലേ. അതല്ല വിഷയം. തുമർസ്ഥാനക്കാരൊക്കെ ഏതായാലും അങ്ങനെ തന്നെയല്ലേ പറയാ. അതല്ല വിഷയം, നല്ല വിഷയം. വാക്കാവ് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് മദ്രസ ഇല്ല എന്നുള്ള ഒരു കുട്ടീനോട് പറഞ്ഞാൽ മതിയല്ലോ. ഏതെങ്കിലും കുട്ടി പിറ്റേന്ന് മദ്രസ കയറുക? ഇല്ല, അത് ഭയങ്കരമായിട്ട് കുട്ടികൾ മനസ്സിലാക്കും. എന്നാലോ മദ്രസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ക്യാൻസലായിക്കാണ്ട് മദ്രസ ഉണ്ടാക്കാൻ തീരുമാനിച്ചാണ്ട് ഉസ്താദ്മാര് എല്ലാ വീട്ടിലും കയറി പറഞ്ഞാലും കേൾക്കാത്ത കുട്ടികളുണ്ടാവും. അതിനെ ഉസ്താദ് വന്നീന്റെ ഞാൻ എന്നാലേന്നറിയും, മാറിയില്ല. താല്പര്യമില്ല. അതേമാതിരിക്കാണേ അത് വേണ്ടാന്നൊരു കുട്ടികൾ പറയുമ്പോ ഒഴിവാക്കാനുള്ള ഇഷ്ടം. തറാവി 8 അറിയുമ്പോ എന്താ വള്ളിയേക്ക് പോകാൻ കാരണം? 20 ഒഴിവായി കിട്ടിയ അത്രയെന്നല്ലേ. 10-12 റക്കായത്ത് കുറഞ്ഞിട്ട് പറഞ്ഞ ചില്ലറ കാര്യ. വേഗം കഴിച്ചിലായി പോയിക്കൂടെ? ഇനി അതൊന്നും വേണ്ട, 20 റക്കായത്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ അവിടുത്തെ ഉസ്താദേ അടിച്ചു മിന്നി വിടും എന്നാ ഞാൻ പോകും. 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ പെരീക്കത്തിലുണ്ട് അറിയും. നിസ്കാരം തുടങ്ങിയാണ്ട് അവിടെ ഭയങ്കര തിരക്ക്. വേഗം കഴിയണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ അർത്ഥം പറ്റ സ്പീഡ് കുറക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ ആളുണ്ടാവില്ല എന്നല്ല, ഒരു പാകത്തിന് എല്ലാം. അപ്പോ പിന്നെ ഈ കൊരങ്ങനെ പൂമാല കിട്ടിയമാർക്കാവും ചില ആൾക്കാരെടുത്ത് ചില കാര്യങ്ങൾ, അതേമാതിരിക്ക് ആകരുത്. നോമ്പ് വളരെ പ്രധാനം. അപ്പൊ സൗമ് നമ്മളെ ഖബറിൽ നാളെ നമ്മുടെ കൂടെ ഉള്ള ഒന്നാണ്. പിന്നെ അള്ളാഹുവിലുള്ള ദിക്ർ, ബാക്കിയൊക്കെ അതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള ഒരു സ്മരണ അതും ഇതേപോലെയാണെന്നാണ്. അപ്പൊ 4 ഖബറിൽ നമ്മളെ സുഹൃത്തുക്കൾ 4ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ 5 കാര്യങ്ങളുണ്ട്. ഇതിൽ 4ഉം പുറത്ത് തള്ളി 1 മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവും. ആ 1 പെട്ടാണ് ഈ 4. അതായത് നമ്മുടെ ശരീരത്തിലുള്ള മാംസം അത് നമുക്കുള്ള എല്ലാ നമുക്ക് നമ്മളിങ്ങനെ തിന്ന് തടിച്ചു കൊടുത്ത് നമ്മളെ മാംസം ഉണ്ടല്ലോ, അത് സഹോദര ആർക്കുള്ളതാണ്? നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ശരീരം? എക്സസൈസ് ചെയ്തും മറ്റുമൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യണില്ലേ? ഇത് പുഴുക്കൾക്ക് തിന്നാനുള്ളതാണ്. നമ്മുടെ അസ്ഥികൾ അത് മണ്ണിൽ ലയിച്ചു പോകാനുള്ളതാണ്. അങ്ങനെ നുരുമ്പി മണ്ണിൽ പോകും അസ്ഥികൾ. നമ്മളെ മുതലോ അത് നമ്മളെ അനന്തരാവകാശികൾക്കുള്ളതാണ്. അതുപോലെ നമ്മുടെ ആത്മാവ് അത് മലക്കുകൾക്കുള്ളതാണ്. അത് അവർ കൊണ്ടുപോകും. 4 പോയി. ഇനി നമുക്കുള്ള എന്താണ്? നമ്മളെ അഴമാലുകൾ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത നമ്മുടെ അഴമാലുകൾ, ആ അഴമാലുകൾ മാത്രമാണ് നമുക്കുള്ളത്. ആ അഴമാലുകൾ. അപ്പൊ 5ൽ 4ഉം പോയി, 1 മാത്രം ബാക്കിയായി. ആ 1ആണ് ഇവിടെ പറയുന്ന 4 ഖബറിലേക്ക് നമുക്ക് കിട്ടുന്ന 4 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയാണ്, നിങ്ങൾ തനിച്ചു വരും നമ്മുടെ അരികിലേക്ക്. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യഘട്ടത്തിൽ നാം നിങ്ങളെ സൃഷ്ടിച്ച പോലെ. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും, നാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ പിറകോട്ട് ഉപേക്ഷിച്ച് തള്ളും. മാത്രല്ല വമാനറാമഴക്കും ശുഫാഅക്കും, അല്ലാഹു പറയാണ് മാനറാമഴക്കും ശുഫാഅക്കും, നിങ്ങളോട് കൂടെ നിങ്ങളുടെ ശുപാർശകരെയൊന്നും നമ്മൾ കണ്ടില്ല. അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ, നിങ്ങൾ വാദിച്ചിരുന്നല്ലോ, ജൽപ്പിച്ചിരുന്നല്ലോ നിങ്ങളുടെ കൂടെ പങ്കുകാരുണ്ട് എന്ന്. ആ പങ്കുകാരെയൊന്നും ഞാനിപ്പോ കാണുന്നില്ലല്ലോ. ലഖദ് തഖത്തഅ ബൈനക്കും, നിങ്ങൾക്കതിലുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. അവ വളല്ല അൻകും മാ കുൻതും തസുഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചിരുന്ന, നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്ന നിങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം, ആരാധ്യ വസ്തുക്കളെല്ലാം നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ടല്ലോ. നോക്കൂ, അന്ന് വല്ലാത്തൊരവസ്ഥക്കാരൻ. ഇന്നിപ്പോ അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്ന ആളുകൾ, അവരൊക്കെ എന്താ പറയാ? ഞങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ
നാളെ ഈ വിഗ്രഹങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നാളെ പരലോകത്ത് അവർ വരുന്ന സമയത്ത് അവർക്ക് എന്തില്ല? ഇതൊന്നുമില്ല. ഇതിനെപ്പറ്റി അല്ലാഹു തആല വേറൊരായത്തിൽ പറയുന്നുണ്ട്. ആ ആയത്ത് ഞാനൊന്ന് ഓതാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന അല്ലാഹു തആല പറയുന്നുണ്ട്. എവിടെ അറിയോ? സമയമല്ല, ഞാനൊന്ന് ഓതിപ്പോയി. ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നതാണ്. ശുആറാ സൂറത്തിലെ 83 370 പേജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, എനിക്ക് ജ്ഞാനത്തെ നൽകണമേ, സാലിഹീങ്ങളിൽ എന്നെ ചേർക്കുകയും ചെയ്യണമേ. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, എന്ന ശേഷക്കാരിൽ പിൻഗാമികളിൽ എനിക്കൊരു സൽപ്പേര് നിലനിർത്തണമേ. വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. ജന്നത്തുൻ നഈമിനെ, സുഖാനുഭൂതിയുടെ സ്വർഗത്തെ എനിക്ക് അനന്തരാവകാശമായി നൽകണമേ. അടുത്ത് നോക്കി. വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ ളാലിൻ. എന്റെ വാപ്പ പഴിച്ചു പോയവരുടെ കൂട്ടത്തിലാണ്, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണമേ. അതല്ല തിരുത്തി, അത് വേണ്ടട്ടോ. ശിർക്ക് ചെയ്ത് അങ്ങനത്തെ ആളുകൾ ഒരു തൗബ ചെയ്ത് മടങ്ങട്ടെ, അല്ലാത്ത കാലത്തോളം ഓൽക്ക് മഗ്ഫിറത്തിന് ദ്വാരക്കരുത്. ഇനി അടുത്ത ആയത്താണ് നമ്മളെ വിഷയം. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം ഖിയാമത്ത് നാളിൽ റബ്ബേ, നീ എന്നെ വഷളാക്കല്ലേ. ഏതാണ് ആ ദിവസം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിനമാണത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഹൃദയത്തോടുകൂടെ വന്നവരൊഴികെ. സുരക്ഷിത ഹൃദയം എന്നാൽ നമ്മളെ ഹൃദയത്തിൽ കുഫ്ർ ഉണ്ടാകരുത്, നിഫാഖ് ഉണ്ടാകരുത്, തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ വന്നോലൊഴികെ. അങ്ങനെ വന്നോൽക്ക് ഓല മുതല് ഓല കുട്ടികളൊക്കെ ഉപകാരപ്പെടും. കാരണം ഓല നല്ല രീതിയിൽ ജീവിച്ചു പോയതാ. അല്ലാത്തോൽക്ക് ഒരിക്കലും ഉപകാരപ്പെടൂല. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നൽകല്ലേ. എന്നിട്ട് വീണ്ടും അല്ലാഹു അതിനെ തുടർന്ന് പറയുന്നത് അറിയോ? വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളിലേക്ക് സ്വർഗ്ഗം അടുപ്പിക്കപ്പെടും. വബുർരിദത്തിൽ ജഹീമു ലിൽ ഗാവീൻ. അധർമ്മകാരികളായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലേക്ക് അവർക്ക് ജഹീം എന്ന നരകത്തെ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. നരകം കാണുമ്പോൾ ടിലേറെ പ്രശ്നീകരനാണ്. അത് കണ്ടിട്ട് ബേജാറാവും. വഖീല ലഹും. അവിടെയാണ് നമ്മൾ പത്തായത്തിന്റെ വിഷയം കിടക്കുന്നത്. വഖീല ലഹും, അന്ന് അവരോട് പറയപ്പെടും, അയ്നമാ കുന്തും തഅ്ബുദൂൻ. എവിടെടാ നിങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ? മിൻ ദൂനില്ലാഹ്. അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരാധിച്ച വിഗ്രഹങ്ങൾ എവിടെ? ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ. ആ വിഗ്രഹങ്ങൾ നിങ്ങളെ സഹായിക്കുമോ, അല്ലെങ്കിൽ സ്വയം രക്ഷാ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ആ വിഗ്രഹങ്ങളും അധർമ്മകാരികളും നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. ഇബ്ലീസിന്റെ സേന അത്ര മുഴുവനും എല്ലാം നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടും. ഇവിടെ പറയാം, എനിക്ക് എന്റെ രക്ഷക്ക് അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ. ആരുമില്ല, എല്ലാരും നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. ഈ സംഭവം അല്ലാഹ് പറയേണ്ടതിന് മുമ്പ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന പറഞ്ഞത്. ഇബ്രാഹിം നബി പോലും പറഞ്ഞു, പഠിച്ചോനെ, സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ഒരു ഖിയാമത്ത് നാളില് കാക്കണട്ട റബ്ബേ. ഏതായി ഇബ്രാഹിം നബി അറിയങ്ങള് കുട്ടിനെ അറക്കണം തന്നെ പറക്കാൻ കൊണ്ടയാൾ. അത്രക്കും മക്കളെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയില്ല. എന്നിട്ടാണ് നമ്മള് അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഓലെന്താ പറയണോ അതിനനുസരിച്ച് നമ്മളാണ് ചെയ്യാൻ. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ അവിടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യാണ്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മളോടല്ലേ പറയാൻ പറ്റുക. ഈ പറയപ്പെട്ട ഘട്ടത്തിൽ നമ്മൾ വഷളാവും.
അള്ള പറഞ്ഞ ഒരു വര അപ്പുറത്ത് കിടക്കാത്ത എന്ന് അള്ള സാക്ഷ്യപ്പെടുത്തിയ അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന തന്നെ എന്താണ് പടച്ചോനെ? വലാ തുഖ്സിനി യൗമ യുബഅസൂന യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തും സന്താനങ്ങളും ഒട്ടും ഉപകരിക്കാത്ത ദിവസം ഇതിന്റെ ഒന്നും പേരിൽ വഷളാക്കല്ലനാഥ. പിന്നെ എങ്ങനെ നമ്മൾ സക്കാത്ത് കൊടുക്കാക്കല്ലേ? പിന്നെ എങ്ങനെ സക്കാത്ത് കൊടുക്കാക്ക? ഈ ആഴ്ച ഞാൻ രോഗികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കേണ്ട ഫണ്ടെന്ന് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ പൈസ കിട്ടണമല്ലോ, ആൾക്കാരെ നമ്മൾ ഏൽപ്പിച്ചാലല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 1 ലക്ഷത്തോളം റുപ്യ നമ്മൾ കൊടുത്തു. ഒരു 65ഓളം ആളുകൾക്ക്. അതിൽ ചിലരൊക്കെ കരഞ്ഞു. എന്ത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണ്ട, പക്ഷെ നമുക്ക് ഓരോ മാസം നമ്മൾ കൊടുക്കണം. വേണ്ട, ആയി കിട്ടണമല്ലോ പൈസ. എന്നാലും നമ്മൾ ഓരോ മാസത്തിൽ 1.5 മാസത്തിൽ അവരെടുത്തെത്തും. ചിലരൊക്കെ പറഞ്ഞു, എന്താ മരുന്നിന് എന്താ ചെയ്യാതിരിക്കായിരുന്നു, വല്ലാത്തൊരു ടൈമിൽ ഞങ്ങൾ വന്ന് കിട്ടുമെന്ന് കണ്ണീരൊലിപ്പിക്കുകയാണ്. അങ്ങനെ ആലോചിക്കാൻ നമ്മളാ ഏൽപ്പിച്ച ആളുകൾക്കൊക്കെ ആ കൂലി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. മനസ്സിനാകുള്ളൊരു സന്തോഷം ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമായിരിക്കും. അള്ളാഹു താല അവിടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ. കാരണം അപ്പൊ നമ്മളെ ധനം നമുക്ക് നാളെ ഉപകരിക്കും. ഉള്ളിയിൽ വർക്കത്തുണ്ടാവും. അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أظلم ممن افترى على الله كذبا. അള്ളാഹുവിന്റെ മേലിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈ. ഒരു നിലക്കും വഹി വരാത്തവൻ തനിക്ക് വഹി വരുന്നുണ്ടെന്ന് വാദിക്കുക, അവനേക്കാളും വലിയ അക്രമി വേറെ ആരുണ്ട്? ومن قال سأنزل مثل ما أنزل الله. അള്ളാഹു അവതരിപ്പിക്കുന്നത് പോലെ ഞാനും ഇറക്കും എന്ന് വാദിക്കുന്നവനേക്കാളും വലിയ അക്രമി വേറെ ആരുണ്ട്? വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. മരണത്തിന്റെ വെപ്രാളത്തിൽ അക്രമകാരികളായ ആളുകളുടെ ആ വേദനാജനകമായ അവസ്ഥ നീ കണ്ടിരുന്നു. വൽ മലായികതു ബാസിതു ഐദീഹിം. മലക്കുകൾ അവരിലേക്ക് കൈകൾ നീട്ടും. എന്നിട്ട് പറയും, അഖ്രിജൂ അൻഫുസകും. ആത്മാവിനങ്ങട്ട് പുറന്തള്ളൂ. അത് വേദനാജനകമായിരിക്കും ആ രംഗം. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അള്ളാഹുവിന്റെ മേലിൽ അസത്യത്തെ പിന്നെ അസത്യം പറഞ്ഞത് കാരണത്താൽ നിങ്ങൾക്കുള്ള അപമാനകരമായ ശിക്ഷ അന്നേ ദിവസം നൽകപ്പെടും. നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളുടെ കാര്യത്തിൽ അഹങ്കരിച്ചവരായിരുന്നു. വലഖദ് ജിതുമൂനാ ഫുറാദാ. നിങ്ങളൊക്കെ തനിച്ച് നമ്മുടെ അരികെ വരും. കമാ ഖലഖനാകും അവ്വല മർറ. ആദ്യഘട്ടത്തിൽ നിങ്ങളെ എങ്ങനെയാണോ നാം സൃഷ്ടിച്ചത് ആ ഒന്നാം സൃഷ്ടിപ്പ് പോലെ. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങളെ അതിനെ നിങ്ങൾ പുറകോട്ട് തള്ളി ഉപേക്ഷിച്ചു. വമാ നറാ മഅകും ശുഫആഅകും. നിങ്ങളെ കൂടെ ശുഫആക്കളെ, നിങ്ങളുടെ ശുപാർശകരെ നാം കണ്ടില്ല. അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ. അവകളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ആ കൂട്ടുകാരാണ് എന്ന് നിങ്ങൾ വാദിച്ചിരുന്നല്ലോ. എവിടെയാണത്? ലഖദ് തഖത്തഅ ബൈനകും. നിങ്ങളോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞു. വളല്ലഅൻകും മാ കുൻതും തസ്ഉമൂൻ. നിങ്ങൾ ജൽപ്പിച്ചത് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء
ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون. صدق الله العظيم.